Hello, good afternoon. Good afternoon, ma'am. Good afternoon, Miss. Good afternoon, ma'am. ജോയിൻ ചെയ്ത് കഴിഞ്ഞോ? എല്ലാവരും വന്നോണ്ടിരിക്കണം. ഓക്കെ, വരട്ടെ. വരുന്നവര് സുഖല്ലേ? എല്ലാവർക്കും മഴയൊക്കെ ഉണ്ടാവും? നല്ല മഴയാണ്. മഴയുണ്ട്. മഴയുണ്ട്. എപ്പോഴും മഴയാണ്. മഴ മാത്രമേ ഉള്ളൂ അല്ലേ? അല്ല, ചൂടാന്ന് പറയുന്നത് എന്തെയാണാവോ? അത് ഏത് കേരളമല്ലേ? കേരളത്തിലുള്ള ആളല്ല, ചൂടാന്ന് ആരും പറഞ്ഞല്ലോ അവിടെ. പോയില്ലേ? ഓക്കെ. സൗദിയിലാണ്. ഓക്കെ, അവിടെ ഭയങ്കര ചൂടാണല്ലേ? ഓക്കെ, ഇവിടെ ഭയങ്കര മഴയാണ്. മഴ മാത്രമല്ല, വെള്ളം, ഇഷ്ടംപോലെ വെള്ളം. അവിടെയൊക്കെ വണ്ടിക്കും വാഹനങ്ങൾക്കൊക്കെ പോകാൻ വരെ ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ റോഡ് ഏതാ കുഴി ഏതാന്ന് മനസ്സിലാകാതെ ഉള്ള ഒരു സിറ്റുവേഷൻസ് ആണ്. ഓക്കെ, വന്നാലും അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കഴിഞ്ഞ ക്ലാസ്സില് ബാക്കി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? കയറാറായോ? വീട്ടിലാണ്. ഓക്കെ, ഞങ്ങളൊക്കെ പ്രാവശ്യം അങ്ങനെയൊക്കെ ഫേസ് ചെയ്തതാണ്. വലിയ വെള്ളപ്പൊക്കം, നമ്മളെക്കാൾ പൊക്കത്തിലായിരുന്നു വെള്ളം. നമ്മുടെ വീടിനകത്ത് അത്രയും വെള്ളമൊക്കെ വന്ന സ്ഥലമാണ്. എല്ലാം ശരിയാവും. ഓക്കെ, സേഫ് ആയിട്ടിരിക്കുക എല്ലാവരും. അവിടെ ഇവിടെയൊക്കെ മാറി മാറിയിട്ട് നിൽക്കുക, വെള്ളമൊക്കെ കുറയുന്നത് വരെ. ആണോ? എവിടെയാണ് അതൊരു സ്ഥലം? ഷഫീഖ്, എവിടെയാണ്? എവിടെയാണ്? മലപ്പുറം. സേഫ് ആയിരിക്കുക. മലപ്പുറത്ത് എവിടെയാണോ? ഓക്കെ, എന്നാലും ക്ലാസ്സിൽ കൂടാനായിട്ട് വന്നല്ലോ അല്ലേ? വെരി ഗുഡ്, നല്ലത്. അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം. സമയം കളയണ്ട, വരുന്നവർ വരട്ടെ. 84 മോർ ദാൻ 100 ഒക്കെ ഉണ്ടാവാറുണ്ടായിരുന്നല്ലോ ക്ലാസ്സിൽ അല്ലേ? 100 കൂടുതൽ ഉണ്ടാവാറില്ലേ പിള്ളേര്? 100 ഒക്കെ ഉണ്ടാവാറില്ലേ? ജോയിൻ ചെയ്യാറില്ലേ നമ്മുടെ ക്ലാസ്സിൽ?
യെസ്, അപ്പൊ അവര് വരുന്നവർ വരട്ടെ, നമുക്ക് തുടങ്ങാം. എവിടെയൊക്കെയാ നമ്മൾ പറഞ്ഞു നിർത്തിയത്? അമീഷ, അമീഷ അങ്ങനെയാണോ സ്പെല്ലിംഗ്? അമീഷ, എവിടെയാ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്? ഓർമ്മയുണ്ടോ? ന്യൂറോളജി. ന്യൂറോളജി, ന്യൂറോളജി നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു അല്ലെ? ന്യൂറോളജിയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു. ന്യൂറോളജി ആണ് നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയത്. അതിന്റെ നോട്ട് തന്നിട്ടുണ്ടോ എന്ന് കൂടി പറയാം. നോട്ട് തന്നിട്ടില്ലെങ്കിൽ നോട്ട് തന്നതിന് ശേഷം നമ്മൾ അടുത്തേക്ക് കടക്കുന്നുള്ളൂ. തന്നിട്ടുണ്ടല്ലോ ന്യൂറോളജിയിൽ വന്ന നോട്ട്. യെസ്, അപ്പൊ ഇനി കുറച്ചു നേരം നമ്മൾ പറയരുത് അയ്യോ അത് തന്നില്ല ഇത് തന്നില്ല എന്ന് പറയരുത്. മോട്ടോർ സ്ട്രെങ്ത് ഒക്കെ എന്താണെന്ന് എഴുതിയിരുന്നോ നമ്മള്? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മള് നേരെ നെഫ്രോളജി. അപ്പൊ ന്യൂറോളജിയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലെ? ന്യൂറോളജിയില് ഒന്നുമില്ലല്ലോ സംസാരിക്കാൻ. ഒന്നുമില്ലെങ്കിൽ ഓൾമ്യൂട്ട് കൊടുക്കുകയാണ്. ബിക്കോസ് എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്റ്റർബ് ആയാലോ ക്ലാസ്? വേറെ ഒന്നുമില്ലല്ലോ. നമ്മള് എന്താണ് മനസ്സിലായോ ഇതിന്റെ കാര്യങ്ങളൊക്കെ? ന്യൂറോളജി എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്? എന്തിനു വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്? മഷീദ പറയാമോ? മഷീദ എന്തിനു വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ന്യൂറോളജി? ഇല്ല. ഹ്യൂമൻ നെർവ് സിസ്റ്റം. ഹ്യൂമൻ നെർവ് സിസ്റ്റവുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഹ്യൂമൻ നെർവ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. മെയിൻലി ഓഫ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് അല്ലെ? ബ്രെയിന്, സ്പൈനൽ കോഡ് എന്നതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനെ അഫക്ട് ചെയ്യുന്ന പ്രോബ്ലംസിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ന്യൂറോളജി എന്ന് നമ്മൾ കണ്ടു. ഈ ന്യൂറോളജിയിലെ ഫിസിക്കൽ എക്സാമിനേഷൻസ് നടത്തും. അതുപോലെ തന്നെ എന്താ പറയാ നമ്മുടെ പേഷ്യൻസിന്റെ ന്യൂറോളജിക്കൽ എക്സാമിനേഷൻസ് നടത്തും. ഫിസിക്കൽ എക്സാമിനേഷനോടൊപ്പം തന്നെ ന്യൂറോളജിക്കൽ എക്സാമിനേഷൻസ്, അതിൽ ന്യൂറോളജിക്കൽ അസസ്മെന്റ് കൂടി നടത്തിയിട്ടാണ് എന്താണ് അസുഖം, എന്താണ് പ്രശ്നങ്ങളൊക്കെ അവർ ഡയഗ്നോസിസ് ചെയ്ത് കണ്ടുപിടിക്കുന്നത് അല്ലെ? എന്താണ് ആ പറയുന്ന ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ അസസ്മെന്റ് എന്ന് പറയുന്നത്? എന്താ അതിനകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ട്രീസ റോസ് പറയാമോ? ട്രീസ റോസ്, എന്തൊക്കെയാണ് ന്യൂറോളജിക്കൽ അസസ്മെന്റിൽ വരുന്നത്? മോട്ടോർ സ്ട്രെങ്ത്. മോട്ടോർ സ്ട്രെങ്ത് മാത്രമല്ല കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, 5 എണ്ണം ഉണ്ടല്ലോ. മോട്ടോർ സ്ട്രെങ്ത്, കേൾക്കുന്നില്ല. മോട്ടോർ സ്ട്രെങ്ത് മാത്രം കേട്ടുള്ളൂ. അടുത്തത് എന്താ പറഞ്ഞത്? എന്തെങ്കിലും നെറ്റിന് ഇഷ്യൂ ആയിരിക്കും. സഫീല പറയാമോ? സഫീല. മസിൽ സ്ട്രെങ്ത്. അതന്നെയാ മോട്ടോർ സ്ട്രെങ്ത്. പിന്നെ പേഷ്യൻസ് കോഗ്നിറ്റീവ് ഫങ്ഷൻ ഇല്ലേ? കോഗ്നിറ്റീവ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിജ്ഞാനപരമായിട്ടുള്ള ആ ഒരു പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ബുദ്ധി എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ കാർഡ് എന്തെങ്കിലും ഇന്റലിജന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കലല്ല, അല്ലാതെ തന്നെ സാധാരണ നോർമൽ സ്റ്റേജിൽ കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്ക് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അപ്പൊ അങ്ങനത്തെ വൈജ്ഞാനികപരമായിട്ടുള്ള ബുദ്ധി അല്ലെങ്കിൽ ഫങ്ഷനിങ് എങ്ങനെയുണ്ടെന്ന് പരിശോധിക്കും. പിന്നെന്താ സെൻസേഷൻ റിഫ്ലക്ഷൻ, നമ്മുടെ സ്പർശന ശേഷി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കും. കോർഡിനേഷൻ, പിന്നെന്താണ് ജഡ്ജ് അല്ലെ, നടത്തം. ഇതൊക്കെയാണ് ഒരു ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ അതിനകത്ത് വരുന്നത്. ന്യൂറോളജിക്കൽ എക്സാമിനേഷൻസിൽ വരുന്നത് ഏതൊക്കെയാണെന്നൊക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ വരും. ചിലപ്പോൾ അതിനകത്ത് പെടാത്തത് ഏതാണ്, അത് പെട്ടത് ഏതാണെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഒരു ഓപ്ഷനൊക്കെ വേറെ മാറ്റിയൊക്കെ കൊടുത്ത് നമുക്ക് തരാൻ സാധ്യതകളുണ്ട്. അപ്പൊ അതൊന്ന് വായിച്ചു നോക്കണം. എന്താണ് ന്യൂറോളജിക്കൽ അസസ്മെന്റിൽ എന്തൊക്കെയാണ് പെടുന്നത് എന്നൊന്ന് അറിഞ്ഞിരിക്കണം. 5 എണ്ണമാണ്: കോഗ്നിറ്റീവ് ഫങ്ഷൻ, മോട്ടോർ സ്ട്രെങ്ത്, സെൻസേഷൻ റിഫ്ലെക്സസ്, കോർഡിനേഷൻ ആൻഡ് ജഡ്ജ്. നമ്മുടെ നടത്തത്തിലുള്ള അബ്നോർമാലിറ്റീസ്. അപ്പൊ നടത്തിയൊക്കെ നോക്കും, നടക്കുമ്പോൾ എന്തെങ്കിലും അപാകതകൾ ഉണ്ടോ, ഇതൊക്കെ എന്തെങ്കിലും ന്യൂറോളജിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ഇനി ന്യൂറോളജിസ്റ്റുകൾ സാധാരണ സർജറീസ് ചെയ്യാറില്ല. ബട്ട് ഹു വിൽ ഡു ദാറ്റ്? അങ്ങനെയാണെങ്കിൽ ആരാ അത് ചെയ്യാം? ഹൈന അൽതാഫ്, ഐ തിങ്ക് സോ. അങ്ങനെയാണ്, പറയാമോ? ഹൈന ആരാണ് ന്യൂറോളജി സംബന്ധമായിട്ടുള്ള? ന്യൂറോ സർജൻ. യെസ്, ന്യൂറോ സർജൻ ആണ് ചെയ്യുക അല്ലെ? ന്യൂറോ സർജൻസ് ആണ് എന്ത് ചെയ്യുന്നത്? ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന സർജറീസ് ഒക്കെ പെർഫോം ചെയ്യുന്നത്, അല്ലാതെ ന്യൂറോളജിസ്റ്റുകളല്ല.
അപ്പൊ ഇത്രയും വരെയൊക്കെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ വരെയാണെന്ന് നല്ല ഉറപ്പാണല്ലോ എല്ലാവർക്കും. ഞാൻ എഴുതി വെക്കുന്നുണ്ട് എല്ലാ ദിവസവും. ആഴ്ചയിൽ ആദ്യം ഒരു ദിവസം നമ്മൾ കാണുന്നുള്ളൂ. അപ്പൊ എവിടെയെങ്കിലും വെച്ചിട്ട് കുറെ ക്ലാസ്സുകൾ ഇങ്ങനെ കയറി നടക്കാണല്ലോ. അപ്പൊ എല്ലാം നമുക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. ഓരോ ക്ലാസ്സിൽ കയറുമ്പോൾ ഇന്ന ക്ലാസ്സിൽ ഇന്നത് വരെയാണ് എടുത്തേന്ന്. ഞാനും നിങ്ങളും ഒരേപോലെയാണെങ്കിൽ ഓക്കെ, കറക്റ്റ് ആണ്. അല്ലെങ്കിൽ ചിലപ്പോ തെറ്റുപറ്റാം. നിങ്ങൾക്കല്ല, എനിക്ക് തെറ്റുപറ്റാം. അതുകൊണ്ടാണ് എടുത്ത് ചോദിക്കുന്നത്. ഇവിടെ വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ എല്ലാവർക്കും ഒരുമിച്ച് തെറ്റുപറ്റില്ലല്ലോ. പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് തെറ്റുപറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ന്യൂറോളജി വരെ കംപ്ലീറ്റ് ചെയ്തു. അത് തന്നെയാണ് നിങ്ങൾ പറഞ്ഞത്, ശരിയാണ്. സോ ഇനി നമ്മൾ മ്യൂട്ട് ചെയ്യാണ്ട് എന്നിട്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, അടുത്ത ഡിപ്പാർട്ട്മെന്റ് അപ്പൊ നമുക്ക് ഇനി പരിചയപ്പെടാം. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈസ് നെഫ്രോളജി ആണ്. അടുത്ത ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? നെഫ്രോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. വിച്ച് ഈസ് ഡീലിംഗ് വിത്ത് ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസസ് ദാറ്റ് എഫക്ട് അവർ കിഡ്നി. അല്ലെ, നമ്മുടെ കിഡ്നിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ്, കിഡ്നി സംബന്ധമായ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. അവിടെ കിഡ്നിയുടെ എന്തെങ്കിലും അസുഖങ്ങൾ, പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും അബ്നോർമൽ ആയിട്ട് നടക്കുന്നുണ്ടോ, അങ്ങനെയുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക, ഡയഗ്നോസിസ് ചെയ്യുക, അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുക. ആൻഡ് ഓൾസോ ഇത് മാത്രമല്ല ഇവിടെ നടക്കുന്നത്, ഇൻക്ലൂഡിംഗ് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് വിച്ച് ഈസ് ആൻ ഇഫക്ട് ഓഫ് കിഡ്നി ഡിസീസ്. അതായത് നമ്മുടെ കിഡ്നിയുടെ എന്തെങ്കിലും അപാകതകൾ കൊണ്ട് അല്ലെങ്കിൽ കിഡ്നിക്ക് ഉണ്ടാകുന്ന ചില രോഗങ്ങൾ കൊണ്ടുണ്ടാകാവുന്ന ഒരു സംഭവമാണ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്നും പറയും കേട്ടോ. ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് എന്നും പറയും. അപ്പൊ അത് മാത്രമല്ല ഹൈപ്പർ ടെൻഷൻ, ഇതിനും വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് including electrolyte imbalance or electrolyte disturbance and also hypertension is also treated here. ഇവിടെ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും എന്താണ് ഈ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് എന്ന് പറയുന്നത്. അതായത് ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ ബാലൻസ് ചെയ്യുന്ന വെയിങ് മെഷീൻസ് കണ്ടതില്ലേ? പണ്ടത്തെ വെയിങ് മെഷീൻ എന്താ, എങ്ങനെ ബാലൻസ് ചെയ്യാൻ രണ്ട് തെറ്റുണ്ടാവും അല്ലെ, അപ്പുറം ഈക്വൽ ആകും. അങ്ങനെയാണ് നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ തൂക്കി കടയിൽ തരിക. അങ്ങനെയാണ് നമ്മൾ രണ്ട് തട്ടും ഒരേ ലെവലിൽ നിൽക്കുമ്പോൾ ഇറ്റ്സ് ബാലൻസ്ഡ്. ബാലൻസ് ചെയ്യും നമ്മൾ വെക്കുന്ന വെയിറ്റ് അതുപോലെ തന്നെ നമ്മൾ എന്ത് സാധനമാണോ ചോദിച്ചിരിക്കുന്നത് ആ സാധനത്തിന്റെ വെയിറ്റും ഷുഡ് ബി ഈക്വൽ. രണ്ട് ഈക്വൽ ആകുന്ന ഒരു അവസ്ഥ, അങ്ങനെയാണ് ബാലൻസ്. എല്ലാത്തിനും ഒരു ബാലൻസ് ഉണ്ട്. ഇത് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ആണ്. വിതിൻ അവർ ബോഡി, നമ്മുടെ ശരീരത്തിനകത്ത് there should be sufficient minerals. നമുക്ക് ആവശ്യത്തിന് ശരീരത്തിന്റെ പല പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ മിനറൽസ് വേണം. മിനറൽസ് മാത്രമല്ല, വൈറ്റമിൻസ് വേണം, പ്രോട്ടീൻസ് വേണം, കാൽഷ്യം വേണം. എല്ലാം ഒരു ഇത്ര ലെവൽ ഉണ്ട്. അതിന് എല്ലാത്തിനും ഒരു ആവറേജ് ലെവൽ ഉണ്ട് അല്ലെ. ബ്ലഡിന്റെ കൗണ്ട്, അതുപോലെയുള്ള പ്ലേറ്റ്ലെറ്റ്സ്, അങ്ങനെയൊക്കെ ഇതിനും ഒരു ആവറേജ് ലെവൽ ഉണ്ട്. പക്ഷേ ചിലപ്പോഴൊക്കെ ഈ പറയുന്ന സാധനങ്ങൾക്കൊക്കെ താളക്രമങ്ങൾ വരും. ഇപ്പൊ ഏറ്റവും ഒരു ഉദാഹരണം നമുക്ക് പറയാം, തൈറോയിഡ്. തൈറോയിഡ് എന്ന് പറയുന്ന ഒരു സാധനമാണ്, നമ്മുടെ ശരീരത്തിൽ വേണ്ടതാണ്. അത് ഉൽപ്പാദിപ്പിക്കുന്നതാണ് തൈറോയിഡ് ഗ്ലാൻസ്. തൈറോയിഡ് പ്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ഇത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ചില ആളുകളിൽ ഇത് അധികമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും, ചിലരിൽ തീരെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല. അപ്പോഴാണ് ഹൈപ്പർ തൈറോയിഡും ഹൈപ്പോ തൈറോയിഡും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകുക അല്ലെ. അപ്പൊ നമ്മളത് കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ ഓരോ സാധനവും നമ്മുടെ ശരീരത്തിൽ കുറയുന്നതിന്റെയോ അധികമാകുന്നതിന്റെയോ ഫലമായിട്ട് ഓരോരോ രോഗങ്ങളായിട്ടൊക്കെ പുറത്തേക്ക് വരും. അതിൽ പെടുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഇലക്ട്രോലൈറ്റ് ബാലൻസ്. ഇത് എന്തിന്റെ കുറവ് മൂലമാണെന്ന് അറിയാമോ? കുറവോ അല്ലെങ്കിൽ കൂടുതലോ? ഇംബാലൻസ് എന്ന് പറയുമ്പോൾ ക്രമക്കേടാണ്, ക്രമത്തിലല്ല. അതായത് ബാലൻസ്ഡ് അല്ല, അതിനേക്കാൾ എബവ് ആകാം അല്ലെങ്കിൽ കുറവാകാം. അതെന്താണെന്ന് പറയുമ്പോൾ മിനറൽസ്, നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ മിനറൽസിന്റെ അളവ് ഇല്ലാതെ ആകുക. ഇറ്റ് ഈസ് ടു ലോ, അതായത് ടു ലോ മിനറൽസ് അല്ലെങ്കിൽ മച്ച് ഹൈ, ഒത്തിരി കൂടുതൽ മിനറൽസിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്ന് വിളിക്കാം. ഇത് മേ ബി എ കോസ് ഓഫ് കിഡ്നി ഡിസീസ്. അത് എന്തുകൊണ്ട് എങ്ങനെ ഉണ്ടാവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കിഡ്നി ഡിസീസസിന്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് വിളിക്കുക കേട്ടോ. അപ്പൊ അതും ഉൾപ്പെടെയാണ് ഇവിടെ ട്രീറ്റ് ചെയ്യപ്പെടുന്നത് നമ്മുടെ നെഫ്രോളജിയിൽ. മാത്രമല്ല ഹൈപ്പർ ടെൻഷന്റെ മറ്റൊരു പേരാണ് ബ്ലഡ് പ്രഷർ അല്ലെ. ഹൈ ബ്ലഡ് പ്രഷർ ആണ്. ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കുക. നമ്മള് ചില അസുഖങ്ങളൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ നമ്മുടെ BP ഒക്കെ ചെക്ക് ചെയ്യും അല്ലെ, ബ്ലഡ് പ്രഷർ. അപ്പൊ BP ചെക്ക് ചെയ്യുമ്പോൾ ചില ആളുകളിൽ ഭയങ്കര കൂടുതലായിട്ടൊക്കെ കാണിക്കാറുണ്ട്. അതായത് ഒരു ലെവലുണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ എല്ലാത്തിനും ഒരു ലെവലുണ്ട്. ആ ലെവലിന്റെ എബവ് ആകുമ്പോൾ, അത് മാത്രമല്ല ഈ BP യുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏജ് അനുസരിച്ച് ഡിഫറെന്റ് ആണ്.
ഓരോരുത്തർ ഇപ്പൊ കുട്ടികൾക്ക് എത്ര BP ആ ഒരു റേഞ്ച് വേണം ഇങ്ങനെ നിങ്ങൾ പറയണത് കേട്ടിട്ടുണ്ടാവും. 110/90, 130/100, അങ്ങനെ 140/100 അങ്ങനെയൊക്കെ അല്ലെ പറഞ്ഞത് കേട്ടിട്ടുണ്ടായിരുന്നു. നമ്മള് ഹോസ്പിറ്റൽസിൽ ചെല്ലുമ്പോൾ അവരത് നോക്കുന്ന ഈ സാധനം ഇങ്ങനെ ചുറ്റിയിട്ട് ഇപ്പൊ വേറെ രീതിയിലും ഒക്കെ നോക്കുന്നുണ്ട്. ചുറ്റിയിട്ട് നമ്മൾ ഇങ്ങനെ എന്താ പറയാ അവരിങ്ങനെ എയർ ഇങ്ങനെ പാസ് ചെയ്യിപ്പിക്കും. അപ്പൊ ഇതിങ്ങനെ വീർത്ത് വരും. അപ്പൊ അവർ മെർക്കുറി ലെവൽ അതിനകത്ത് ഇൻഡിക്കേറ്റ് ചെയ്യും അല്ലെ. മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി പോകുന്നൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും തന്നെ. അപ്പൊ അത് വെച്ചിട്ടാണ് അവർ നോക്കുന്നത്. ആ റേഞ്ച് അവര് എന്താ പറയാ ഡിറ്റക്ട് ചെയ്തിട്ട് അത് അവർക്ക് തന്നെ നോട്ട് ചെയ്ത് വെക്കും. അപ്പൊ BP കൂടുതലാണെന്നെങ്കിലോ കുറവുണ്ടെങ്കിലോ ഒക്കെ അവർക്ക് മനസ്സിലാവും. അക്കോർഡിംഗ് ടു അവർ ഏജ് ആണ് കേട്ടോ. നമ്മുടെ ഏജ് അതിനൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, ഫാക്ടറാണ്. അതുകൂടി നോക്കിയിട്ടാണ്. കുട്ടികളിൽ ഒരു റേഞ്ച് ഉണ്ട്, അവരുടെ റേഞ്ച് ആയിരിക്കില്ല അഡൽട്സിന്, അത് അവരുടെ റേഞ്ച് ആയിരിക്കില്ല എൽഡർലി പീപ്പിളിന്, വയസ്സായവർക്ക്. എല്ലാത്തിനും വ്യത്യാസമുണ്ട്. അപ്പൊ BP എന്ന് പറയുന്നത് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാകുന്ന ഒരു സ്റ്റേജ് ആണ് നമ്മുടെ ഹൈപ്പർ ടെൻഷൻ. ഹൈപ്പർ ടെൻഷനെ HT, HPN, HTN എന്നൊക്കെ വിവിധ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് പല പല സ്ഥലങ്ങളിലായിട്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഈ ഒരു എന്താ പറയാ ഡിപ്പാർട്ട്മെന്റ്, നെഫ്രോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ഓൾസോ റിനൽ റീപ്ലേസ്മെന്റ് തെറാപ്പീസ്. റിനൽ റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? കിഡ്നി റീപ്ലേസ്മെന്റ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള തെറാപ്പീസ് കൊടുക്കുക, ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് കിഡ്നി, ഇതും ഈ പറയുന്ന നെഫ്രോളജിസ്റ്റുകളാണ് നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റിൽ എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി അറിയണം. ഓക്കെ, അപ്പൊ നെഫ്രോളജി വളരെ കുഞ്ഞിതാണ്, പക്ഷെ ഒരു വൈഡ് റേഞ്ച് ഓഫ് ഡിസീസസ് വിച്ച് അഫക്ട് അവർ കിഡ്നി, അവിടെ ഇതൊക്കെ അവിടെ സോൾവ് ചെയ്യപ്പെടും. ഒത്തിരി കിഡ്നി പ്രോബ്ലംസ് ഒക്കെ ഇന്ന് ആളുകളിൽ ഉണ്ടാകുന്നുണ്ട്. കിഡ്നി സ്റ്റോണും അങ്ങനെ ഇങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വെറൈറ്റീസ് ഓഫ് ഡിസീസസ് കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഇവിടെ ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. അതിന് ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ അതും കൂടി ഉൾപ്പെടുത്തി ഈ കിഡ്നി ഡിസീസസ് ഉണ്ടാകാൻ ഉള്ളത് ഉണ്ടാണ് എന്താണ് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസും ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അപ്പൊ അതുൾപ്പെടെ ഹൈപ്പർ ടെൻഷൻ ഇതൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് ക്യൂർ ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റിനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി, RRT എന്നതിനെ ഷോർട്ട് ഫോമിൽ പറയാം കേട്ടോ. റിനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി, RRT. അതുപോലെ തന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻസ്, ഇതൊക്കെ നെഫ്രോളജിസ്റ്റുകളാണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ? നെഫ്രോളജി എന്താണെന്ന് മനസ്സിലായോ? ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്താണെന്ന് മനസ്സിലായോ? ഹൈപ്പർ ടെൻഷൻ ക്ലിയർ ആയോ? 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. Kidney diseases including electrolyte disturbance and hypertension, and also renal replacement therapy, transplantation, അത് carry out ചെയ്യുന്നത് നെഫ്രോളജിസ്റ്റ് ആണ്. 3 പോയിന്റ് ഇങ്ങനെ പറയാനുള്ളൂ അതിനകത്ത്. വേറെ നമുക്ക് എക്സ്ട്രാ പറയാനൊന്നുമില്ല. ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസും അതുപോലെ ഹൈപ്പർ ടെൻഷനും നമ്മൾ എഴുതി തരാൻ നോട്ട്. ക്ലിയർ ആണോ എന്ന് മാത്രം പറയുക. എങ്കിൽ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം, അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക്. ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തില് ആവശ്യത്തിന് മിനറൽസ് ഉണ്ടാകാതിരിക്കുക, അല്ലെങ്കിൽ ആവശ്യത്തിൽ അധികമായി മിനറൽസിന്റെ അളവ് കാണിക്കുക. ഇത് വരുമ്പോൾ ആ ഒരു സ്റ്റേജിനെയാണ്, അങ്ങനെ ഒരു അവസ്ഥ, ആ അവസ്ഥേനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്. ബാലൻസിന്റെ ഓപ്പോസിറ്റ്. ബാലൻസ് പറഞ്ഞാൽ ബാക്കിയിട്ടുള്ള ബാലൻസ് അല്ല, ബാലൻസ് ചെയ്യുക. നമ്മൾ ബാലൻസ് ചെയ്ത് നിൽക്കൂലേ നമ്മൾ സ്ഥലത്ത്, ആ ബാലൻസിങ് ആണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പൊ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ മിനറൽസ് ശരീരത്തിൽ ആവശ്യത്തിന് ഒട്ടുമില്ല, എന്നാൽ ചില സമയത്ത് ചിലരില് മിനറൽസ് ആവശ്യത്തിൽ അധികം ഉണ്ട് എന്ന് വിചാരിക്കുക. കഴിക്കുന്ന ഫുഡുകളുടെയൊക്കെ അതിൽ നിന്നാണ് ഉണ്ടാകുക. ഈ മിനറൽസിൽ പ്രധാനമായിട്ടും എടുത്തു പറയുന്ന മിനറൽസ് സോഡിയം ആൻഡ് പൊട്ടാസ്യം ആണ് കേട്ടോ. ഇതിന്റെ അളവ് ഭയങ്കരമായിട്ട് കൂടുകയോ വളരെയധികം കുറഞ്ഞു പോവുകയോ ചെയ്യുന്ന ഒരു അവസ്ഥ, അപ്പോഴാണ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉണ്ടാകുക എന്ന് പറയും. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? ആണോ? യെസ്. ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പൊ അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ പോവുകയാണ്. ന്യൂക്ലിയർ മെഡിസിൻ ആണ്. ഓക്കെ, ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഒരു തരം ഡയഗ്നോസിസ് ഡിപ്പാർട്ട്മെന്റ് ആണ്, ഒരു മെഡിസിൻ ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റിൽ ഇവിടെ നടക്കുന്നത് മെഡിക്കൽ ഇമേജിംഗ് ആണ് നടക്കുക. അതായത് നമ്മളുടെ സ്മോൾ എമൗണ്ട് ഓഫ് റേഡിയോ ഐസോടോപ്സ് വിൽ ബി പാസ്ഡ് ത്രൂ അവർ ബോഡി. നമ്മുടെ ശരീരത്തിനകത്തേക്ക് എന്താ പറയാ, ചെറിയ ആക്റ്റീവ് ആയിട്ടുള്ള, ഭയങ്കര ചെറുതാണ് പക്ഷെ ആക്റ്റീവ് ആണ്, ഭയങ്കര ഹൈ ആക്സിലറേറ്റഡ് ആയിട്ടുള്ള റേസ്, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോടോപ്സ് പാസ് ചെയ്ത് ശരീരത്തിനകത്തേക്ക് പാസ് ചെയ്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസീസസ് which is relating to cancer, അതുപോലെ ഹാർട്ട് ഡിസീസസ്, ഗ്യാസ്ട്രോഇന്റെസ്റ്റിനൽ പ്രോബ്ലംസ്, പിന്നെ എന്താ പറയാ നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ അകത്ത് വരുന്ന ഡിസോർഡേഴ്സ്, ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ്, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാനുള്ള
ഒരു തരം ഇമേജിംഗ് മെഡിസിൻ ആണ് ഏത് ന്യൂക്ലിയർ മെഡിസിൻ എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ റേസ് നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടും. അപ്പൊ ഇത് കടത്തിവിട്ടിട്ട് നമ്മുടെ ആന്തരിക അവയവങ്ങളിൽ എവിടെയെങ്കിലും ഇപ്പൊ ഹാർട്ടിനാണെങ്കിൽ ഹാർട്ടിലേക്ക് കടത്തിവിട്ട്, വയറിനകത്ത് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനലാണെങ്കിൽ വയറിനകത്തോട്ട് കടത്തിവിട്ട്, അപ്പൊ ഇത് കടത്തിവിട്ടിട്ട് അവർക്ക് ഏത് ഭാഗത്താണ് രോഗം, എന്തെങ്കിലും രോഗം ബാധിച്ചിട്ടുണ്ട്, ഈ പറയുന്ന ഭാഗങ്ങളിലൊക്കെ എന്തെങ്കിലും രോഗമുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന്റെ ഒരു ഭാഗമാണ് ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗാമ റേസ് ആണ് ഇങ്ങനെ കടത്തിവിടുന്നത്. ഭയങ്കര ഹൈ സ്മോൾ എമൗണ്ട്, വളരെ കുറച്ച് എമൗണ്ട് ഇത് കടത്തി വിടുന്നുള്ളൂ, പക്ഷെ ഭയങ്കര ആക്സിലറേഷൻ കൂടുതലുള്ള റേസ് ആണെന്ന് മാത്രം. എന്ന് വെച്ചാൽ എന്താ, ഇത് അധികമൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിട്ട അത് ഭയങ്കര സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകും. പിന്നീട് ഈ എക്സ്റേ ഒക്കെ നമുക്ക് അധികം എന്തെങ്കിലും വല്ല വീഴ്ചയൊക്കെ വന്നു, ഫ്രാക്ഷൻസ് ഒക്കെ വന്നു, അപ്പൊ എക്സ്റേ എടുത്ത് നോക്കണം. ചില കുട്ടികളിൽ ചുമയൊക്കെ നിൽക്കുന്നില്ല, എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വീണ്ടും പിന്നെ ചുമയ്ക്കുന്നു, മാസത്തിലെല്ലാം പല പ്രാവശ്യം ചുമ വരുന്നു. അപ്പൊ നമ്മൾ ഒരു എക്സ്റേ എടുക്കാനായിട്ട് ഡോക്ടേഴ്സ് ആവശ്യപ്പെടും അല്ലെ. പക്ഷെ അധികമായിട്ട് ഈ എക്സ്റേസും നമുക്ക് എടുക്കുന്നത് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല. ബിക്കോസ് ആ റേസ് അല്ലേ നമ്മുടെ ശരീരത്തിലേക്ക് പാസ് ചെയ്ത് പോകുന്നത്. ചെറിയ എമൗണ്ടിലാണെങ്കിൽ പോലും അതിന് ആക്സിലറേഷൻ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് സൈഡ് എഫക്ട് ഒരു പരിധി വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ എങ്കിലും ചില ഡിസീസസ് ക്യാൻ ബി ഐഡന്റിഫൈഡ് ഓൺലി ബൈ ദിസ് ടെക്നിക്. പക്ഷെ ചില അസുഖങ്ങൾ നമുക്ക് ഈ ഒരു രീതിയിൽ അല്ലാതെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ ഈ പറയുന്ന റേസ് നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടുന്നു. ആ കടത്തിവിടുന്ന അതിനുപയോഗിക്കുന്ന ആ റേസ് എല്ലാം ഉണ്ട് കേട്ടോ. എക്സ്റേ വരാം, സ്കാനിങ്ങിൽ വരാം, MRI സ്കാനും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ പിന്നീട് പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന സാധനങ്ങളിലൊക്കെയാണ് ഈ പറയുന്ന റേസ് അടങ്ങിയിട്ടില്ല. അതിനെല്ലാത്തിനും കൂടി നമ്മൾ റേഡിയോ ഫാർമാസ്യൂട്ടിക്കൽസ് എന്നാണ് പേരിടുക. ആ റേസ് എല്ലാം കൂടി, ആ മെഡിസിൻസ് എല്ലാം കൂടി വരുന്നതാണ് അത്തരം ഒരു ഐഡന്റിഫിക്കേഷൻ രീതിക്ക് ഉപയോഗിക്കുന്ന ആ റേസ്. അതിനെയാണ് നമ്മൾ റേഡിയോ ഫാർമാസ്യൂട്ടിക്കൽസ് വരാം. ആൻഡ് ബൈ ദിസ് മെഡിസിൻ, ന്യൂക്ലിയർ മെഡിസിൻ, ഈ ഒരു ന്യൂക്ലിയർ മെഡിസിൻ ഉപയോഗിച്ച് എന്താണ് പറയാ, പലതരത്തിലുള്ള ഡിസീസസ് കുറച്ചൊക്കെ അവിടെ എടുത്ത് പറയുന്നുണ്ട്. ഹൈപ്പർ തൈറോയിഡിസം, അതുപോലെ തൈറോയിഡ് ക്യാൻസർ, ലിംഫോമാസ്, ബോൺ പെയിൻ ആൻഡ് ഓൾസോ സം ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സ് ക്യാൻ ബി ഡിറ്റക്റ്റഡ്. ഈ റേസ് ഉപയോഗിച്ച് നമുക്ക് ഇത്തരം രോഗങ്ങളൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ്. അതിനു വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് ആർ യൂസിങ് സ്പെഷ്യലി ഡിസൈൻഡ് ക്യാമറാസ്. അതിന് വേണ്ടിയിട്ട് പല ഡോക്ടേഴ്സിന്റെ കയ്യിൽ സ്പെഷ്യൽ ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ക്യാമറാസ് ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ അല്ലെ, ഇതിനകത്ത് ക്യാമറാസ് ഉണ്ട് അല്ലെ, ക്യാമറകൾ ഉണ്ടായിരിക്കും. അപ്പൊ അത് നമുക്ക്, പക്ഷെ നമ്മൾ സാധാരണ പണ്ടൊക്കെ സ്റ്റുഡിയോയില് പോകുമ്പോഴുള്ള ക്യാമറ അതുപോലെയൊക്കെ ഒന്നും അല്ല. ഇപ്പൊ ഓരോ കുഞ്ഞ് ഇത്രയുമുള്ള ചെറിയ ഡിവൈസ് ആണെങ്കിൽ പോലും അതിനകത്ത് പല ക്യാമറാസ് ഉണ്ട്. ഫ്രണ്ട് ക്യാം ഉണ്ട്, ബാക്ക് ക്യാം ഉണ്ട്, എന്തൊക്കെയോ ക്യാമറയൊക്കെ ഉണ്ട് അല്ലെ പലതിലും. അപ്പൊ ഇതൊക്കെ ഇത്രയും ചെറുതാണെങ്കിൽ പക്ഷെ അതിനേക്കാൾ മൈന്യൂട്ട് ആയിട്ടുള്ള ചെറുതായിട്ടുള്ള ഷേപ്പിലൊക്കെ ഉള്ള സ്പെഷ്യൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന, ഡോക്ടേഴ്സിന് വേണ്ടി മാത്രം സ്പെഷ്യലി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ ക്യാമറാസ് ആയിരിക്കും ഈ പറയുന്ന റേഡിയോ ആക്റ്റീവ് ഗാമ റേസ് ഒക്കെ കടത്തി വിടുമ്പോൾ അത് ട്രേസ് ചെയ്ത് ആ വെളിച്ചം ആ ഒരു റേസിൽ കൂടി എന്താണ് പറയാ, ഇവർക്ക് രോഗത്തെ കണ്ടുപിടിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് ഉപയോഗിക്കുന്നത്. റേഡിയോ ആക്റ്റീവ് ട്രേസേഴ്സ് ആണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അപ്പൊ ഇതിനകത്ത് ക്യാമറ ഫിറ്റ് ചെയ്യും. അപ്പൊ ഇത് പോകും, ആ ക്യാമറയിൽ പതിയുന്ന കാര്യങ്ങൾ അതെവിടെ നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാം, നമ്മുടെ കമ്പ്യൂട്ടറിൽ മോണിറ്ററിൽ നമുക്ക് പതിപ്പിക്കാം. അപ്പൊ നമുക്ക് അത് അവിടെ കാണാൻ പറ്റും. ഈ റേസ് ഇങ്ങനെ കടന്നു പോയത് കൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ, അപ്പൊ നമുക്ക് വിസിബിൾ ആവും. ഈ ക്യാമറ ഇങ്ങനെ പോകുമ്പോൾ ഇത് നമ്മുടെ PC-യുമായിട്ട്, പേഴ്സണൽ കമ്പ്യൂട്ടറുമായിട്ട് അത് എന്താ പറയാ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും എവിടെയാണ് പ്രശ്നം, എന്തൊക്കെയാണ് എന്ന്. അപ്പൊ ഈ റേസ് പോയിട്ടാണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ക്യാമറാസ് ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതിന് ഉപയോഗിക്കുന്ന റേസ് എല്ലാം കൂടിയാണ് റേഡിയോ ഫാർമാസ്യൂട്ടിക്കൽസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആൻഡ് നവഡേയ്സ്, ഇന്നത്തെ കാലത്ത് മൊഡാലിറ്റീസ് ഈ ഒരു മേഖലയിൽ ന്യൂക്ലിയർ മെഡിസിനിൽ ഉപയോഗിക്കുന്ന ഏറ്റവും ആധുനികപരമായിട്ടുള്ള 2 തരത്തിലുള്ള ഈ പറയുന്ന റേസ് ആണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു സ്പെഷ്യൽ ഡിസൈൻഡ് ക്യാമറ ഒക്കെ ഉപയോഗിച്ച് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് 2 പേരുകളാണ്. ഒന്ന് സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി, സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി സ്പെക്ട് എന്നും പൊസിട്രോൺ എമിഷൻ ടോമോഗ്രഫി പെറ്റ് എന്നും അറിയുന്ന 2 തരത്തിലുള്ള സ്കാൻസ് ആണ് ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആളുകൾ എന്താ പറയുക ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്നത്. മോസ്റ്റ് കോമൺലി മൊഡാലിറ്റീസ് ആണ് കേട്ടോ, ആധുനികപരമായിട്ടുള്ളത്. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന നമ്മളുടെ ക്യാൻസേഴ്സും അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എൻഡോക്രൈൻ സിസ്റ്റത്തിലോ, എൻഡോക്രൈൻ സിസ്റ്റം എന്തൊക്കെയാണ് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എൻഡോക്രൈൻ സിസ്റ്റത്തിൽ എന്തൊക്കെ വരുമെന്ന്, ഗാൾ ബ്ലാഡർ,
അല്ലെ, സ്പെക്ട്രം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമ്മൾ അല്ലെ, ലാർജ് ആൻഡ് സ്മോൾ ഇൻറ്റസ്റ്റൈൻസ് ഇതൊക്കെ വരും. അപ്പൊ പാൻക്രിയാസ് അങ്ങനെയൊക്കെ വരുന്ന ഈ അവയവങ്ങളിലൊക്കെ, ഈ ഇന്നർ ഓർഗൻസിലൊക്കെ ഉണ്ടാകുന്ന പല ഡിസീസസും ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഈ ഒരു സ്കാൻസ് കൊണ്ട് അല്ലെങ്കിൽ ഇത്തരം ബ്രേസ് കൊണ്ട് സാധ്യമാക്കും. അതിന് വേണ്ടിയിട്ടുള്ള ആധുനികപരമായിട്ടുള്ള രണ്ട് എന്താ പറയാ രണ്ട് മോഡൽസ് ആണ് ഇന്ന് സ്കാനിങ്ങിൽ ഉപയോഗിക്കുന്നത്. ഒന്ന് സ്പെക്ട് ആൻഡ് ഒന്ന് പെറ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ ഇത്രയും പറഞ്ഞത്? ന്യൂക്ലിയർ മെഡിസിനിൽ എടുത്തു പറയേണ്ട 2-3 കാര്യങ്ങളാണ്. ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ഇമേജിംഗ് എന്ന് പറയുന്ന ഒരു യൂസ് ആണ്. ഇവിടെ ഇമേജിംഗ് ആണ്. നമ്മൾ ഉള്ളിൽ കൂടി ഈ റേസ് കടത്തി വിടുന്നു, ക്യാമറയിൽ കടത്തി വിടുമ്പോൾ അതിന്റെ അകത്ത് കാണുന്ന കാര്യങ്ങൾ മോണിറ്ററിൽ നമുക്ക് ഇമേജസ് ആയിട്ട് കാണാം. അപ്പൊ അവർക്ക് ഡിറ്റക്ട് ചെയ്യാം എവിടെയാണ് രോഗം എന്ന്. അതായത് വെറൈറ്റീസ് ഓഫ് ഡിസീസസ്, ക്യാൻസർ ഏതൊക്കെയാണത്? ക്യാൻസർ, ഹാർട്ട് പ്രോബ്ലംസ്, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ പ്രോബ്ലംസ്, എൻഡോക്രൈൻ പ്രോബ്ലംസ്, ന്യൂറോളജിക്കൽ പ്രോബ്ലംസ്, ഡിസോർഡേഴ്സ്, ഇതൊക്കെ നമ്മുടെ ശരീരത്തിന്റെ അബ്നോർമാലിറ്റീസ്, ഇൻസൈഡിലുള്ള ഉള്ളിലുള്ള എല്ലാ അബ്നോർമാലിറ്റീസും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. അതിനു വേണ്ടിയിട്ട് ന്യൂക്ലിയർ അതായത് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്, റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് നമ്മൾ അതിന് പറയും. ഗാമ റേസ്, സ്കാനിങ് ഒക്കെയാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ പുറത്തു വരുന്നത് ഈ റേ ആണ്, എന്തോ ഒരു രശ്മിയാണ് പുറത്തേക്ക് വരിക. അതുപോലെ തന്നെ പിന്നെ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ എന്താ? ഹൈപ്പർ തൈറോയിഡിസം കേട്ടിട്ടുണ്ടോ? എന്താണത്? കേട്ടിട്ടില്ല? ഹൈപ്പർ തൈറോയിഡിസം, ബ്ലഡ് പ്രഷർ, സോറി ഹൈപ്പർ ടെൻഷൻ അല്ല, ഹൈപ്പർ തൈറോയിഡിസം എന്ന് കേട്ടിട്ടില്ലേ? ഹൈപ്പറും ഉണ്ട്, ഹൈപ്പോ തൈറോയിഡിസം ഉണ്ട്. എന്താ രണ്ടും തമ്മിലുള്ള പ്രത്യേകതകൾ അറിയാമോ ആർക്കെങ്കിലും? തൈറോയിഡ് കൂടുന്നത്, പിന്നെ മറ്റേതാ ഹൈപ്പോ എന്താ? ലോ ആയിട്ടുള്ളതും. ഓക്കെ, അപ്പൊ ഇങ്ങനെ 2 രീതിയിലുണ്ട്. അപ്പൊ ഇവിടെ ഹൈപ്പർ തൈറോയിഡിസം ആണ് ട്രീറ്റ് ചെയ്യുന്നത്, ഈ രീതിയിൽ കണ്ടുപിടിക്കപ്പെടുന്നത്. പിന്നെ അതൊക്കെ ചിലതൊക്കെ തൈറോയിഡ് ക്യാൻസേഴ്സിലേക്ക് പോകാറുണ്ട്. പിന്നെ ഉണ്ട് ലിംഫോമാസ്. എന്താ ലിംഫോമാസ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസിനെ ബാധിക്കുന്ന ക്യാൻസറിനെയാണ് നമ്മൾ ലിംഫോമാസ് എന്ന് വിളിക്കുക. ഓക്കെ, ലിംഫോമാസ് അതും ഡിറ്റക്ട് ചെയ്യാൻ പറ്റും ഈ ന്യൂക്ലിയർ മെഡിസിൻസിലൂടെ. പിന്നെ അതിനകത്ത് ഉപയോഗിക്കുന്ന 2 പ്രധാനപ്പെട്ട എന്താ പറയാ ട്രേസേഴ്സ് നമ്മൾ സ്കാനിങ്ങിലൂടെ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ സ്കാൻ ട്രേസേഴ്സിന്റെ പേരുകളാണ് ഒന്ന് സ്പെക്റ്റും ഒന്ന് പെക്റ്റുമാണ്. അതിന്റെ എക്സ്പാൻഡഡ് ഫോം എന്തായാലും പഠിച്ചു വെക്കുന്നത്. സ്പെക്ട് എന്താണ്? സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടഡ് ടൊമോഗ്രഫിയും മറ്റൊന്ന് പൊസിട്രോൺ എമിഷൻ ടൊമോഗ്രഫിയുമാണ്. രണ്ടെണ്ണത്തിന്റെ പേര് മറക്കണ്ട. ഏതൊക്കെ കാര്യങ്ങൾ ഡിറ്റക്ട് ചെയ്യാനാണെന്നുള്ളത് മറക്കണ്ട. എന്തൊക്കെ തരത്തില് ഉള്ള രോഗങ്ങളാണ്, ഏതൊക്കെ അവയവങ്ങളെ ബാധിക്കുന്ന രോഗങ്ങളാണ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഈ ഇമേജിംഗ് മെഡിസിൻ ഉപയോഗിക്കുന്നതെന്നും മറക്കണ്ട. ഈ 3 കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിനകത്തുള്ളത്. ക്ലിയർ ആണോ? ന്യൂക്ലിയർ മെഡിസിൻ സൗണ്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ? സൗണ്ട് ക്ലിയർ ആണോ? ഓക്കെ, ആർക്കെങ്കിലും എന്തൊക്കെയോ ആരോ ഇവിടെ ചോദിച്ചിരുന്നു. അപ്പൊ ഒന്ന് ലീവ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാട്ടോ. സൗണ്ട് ബ്രേക്ക് ചെയ്യുന്നത് ചിലപ്പോ അതുകൊണ്ടായിരിക്കും. ഇന്ന് ഇപ്പൊ എന്താ പറയാ മഴയൊക്കെ ആയതുകൊണ്ടേ നെറ്റ് ഇഷ്യൂസ് ഒക്കെ പലയിടത്തും ഉണ്ടാകും. അപ്പൊ അതുകൊണ്ടായിരിക്കും കിട്ടാതെ. അതാ പറഞ്ഞത് റഹ്മത്ത്. ബാക്കി എല്ലാവർക്കും ക്ലിയർ ആണെന്ന് പറഞ്ഞു. റഹ്മത്ത് ഒന്ന് ജസ്റ്റ് ഒന്നില്ലെങ്കിൽ കുറച്ച് റേഞ്ച് ഒക്കെ നല്ല ഉള്ള സ്ഥലത്തേക്ക് ഒന്ന് മാറിയിരിക്കാൻ നോക്കുക. ഓക്കെ ഓക്കെ, ഈ ഭാഗം ക്ലിയർ ആണോ? ന്യൂക്ലിയർ മെഡിസിൻ നോട്ട് ലാസ്റ്റ് തരാം. ക്ലിയർ അല്ലേ? ഓക്കെ, സോ നമ്മൾ ഇനി അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുകയാണ്. ഓങ്കോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് അടുത്തത്. ഓങ്കോളജി എന്താണ്? ഓങ്കോളജി ദിസ് ഡിപ്പാർട്ട്മെന്റ് inquires about the treatment of all kinds of cancers and also it provide wide range of chemotherapy treatment and also radiotherapy treatment for cancer, cancerous tumors and also blood disorders. അത് രക്തത്തിൽ ഉണ്ടാകുന്ന ചില ഡിസോർഡേഴ്സ്, അതുപോലെ കീമോതെറാപ്പി, റേഡിയോതെറാപ്പി, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഇതും റേസും കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഓൾ കൈൻഡ്സ് ഓഫ് ക്യാൻസേഴ്സ്, എല്ലാ തരം ക്യാൻസറുകളും ഒക്കെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. പിന്നെ എന്താ? ക്യാൻസറസ് ട്യൂമേഴ്സ്, ക്യാൻസർ എന്ന് തോന്നുന്ന രീതിയിലുള്ള മുഴകൾ. എല്ലാ മുഴകളും ക്യാൻസർ ആണെന്ന് നിർബന്ധമില്ല. ചിലത് വെറുതെ ഒരു അബ്നോർമൽ ഗ്രോത്ത് പോലെ നമ്മുടെ ശരീരത്തിൽ വരുന്നതാണ്. എല്ലാ മുഴകളും എന്താവണമെന്നില്ല, ക്യാൻസർ ആകണമെന്നില്ല.
ക്യാൻസറസ് ആകാവുന്ന മുഴകളും ഉണ്ട്, അല്ലാത്ത മുഴകളും ഉണ്ട്. അത് ചിലതൊന്നും നമുക്ക് ഹാംഫുൾ അല്ല, നമ്മുടെ ശരീരത്തിന് ഹാംഫുൾ അല്ല. അത് എടുത്ത് കളയുക, റിമൂവ് ചെയ്യുക. അത് എടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ റിമൂവ് ചെയ്തിട്ട് അവർ കളയില്ല. ദേ ഹാവ് ടു ഗോ ഫോർ എ ടെസ്റ്റ് അല്ലെ. അപ്പൊ അവര് ടെസ്റ്റിനൊക്കെ ചെയ്തിട്ട് അത് ഹാംഫുൾ ആണോ അല്ലയോ എന്ന് നോക്കും. ഹാംഫുൾ അല്ലെങ്കിൽ കുഴപ്പമില്ല. ഹാംഫുൾ ആണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണം. അതിന്റെ കാര്യങ്ങൾ എവിടേക്കെങ്കിലും സ്പ്രെഡ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ നോക്കി ട്രീറ്റ് ചെയ്ത് അത് ക്യാൻസർ ആണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏതെങ്കിലും അംശം നമ്മുടെ ശരീരത്തിൽ ഇനി എവിടെയെങ്കിലും ഒക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് ബാക്കിയുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക. അതർവൈസ് ഓക്കെ, വേറെ പ്രശ്നമൊന്നുമില്ല എങ്കിൽ സാധാ എന്തെങ്കിലും ഒരു അബ്നോർമൽ ഗ്രോത്ത് ആയിട്ട് വരുന്നതാകാം. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേക്കുന്നത് ക്യാൻസറസ് ട്യൂമർ. ട്യൂമർ മീൻസ് മുഴ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ക്യാൻസർ ആയിട്ടുള്ള മുഴകളുണ്ട്, അല്ലാത്തതും ഉണ്ട്. ഇതൊക്കെ ഇവിടെ എന്താ പറയാ മനസ്സിലാക്കി പഠിച്ച് ഇതിനെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നടത്തി വേണ്ട വിധത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യേണ്ടതാണെങ്കിൽ കൊടുക്കുന്നു. ആൻഡ് ഓൾസോ റേഡിയോ തെറാപ്പിയും അതുപോലെ തന്നെ കീമോതെറാപ്പിയും ഒക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇവിടെ പേഷ്യൻസിന്റെ പ്രോബ്ലംസ് നമുക്ക് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് കഴിയുമ്പോൾ ഓടി ചിലപ്പോൾ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ പോകണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, എന്തെങ്കിലും ഒരു തലവേദനകൾ എപ്പോഴും നിരന്തരം നമുക്ക് തലവേദനകൾ വരിക, നിരന്തരം വയറുവേദന വരിക, അല്ലെങ്കിൽ എനി പാർട്ട് ഓഫ് ദ ബോഡിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഈ വേദന ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലായിരിക്കും നമ്മൾ ആദ്യം കൺസൾട്ടേഷന് വേണ്ടി പോകുക. തലവേദനയൊക്കെ വരുമ്പോ ചിലപ്പോ അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റിൽ പോകും. ചിലപ്പോ ഫിസിഷ്യനെ ആയിരിക്കും താൽക്കാലത്തേക്ക് കാണിക്കുക. ഇപ്പൊ കുറെ പ്രാവശ്യം നമ്മൾക്ക് അവർ മരുന്നുകൾ തന്നു, പക്ഷെ അത് ക്യൂർ ചെയ്യാൻ പറ്റുന്നില്ല, വീണ്ടും അത് വരുന്നുണ്ടെങ്കിൽ അപ്പൊ ചിലപ്പോ അവർ പറയും, സജസ്റ്റ് ചെയ്യും, ഇന്ന ചിലപ്പോൾ ന്യൂറോളജിസ്റ്റിനെ കാണാൻ പറയും, അവിടെ പറ്റിയില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ ടെസ്റ്റ് ഒക്കെ ചെയ്യണം. അല്ലെങ്കിൽ ചില മുഴകൾ എവിടെയെങ്കിലൊക്കെ പ്രത്യക്ഷപ്പെട്ടു, അത് കാണിച്ചു കൊടുത്തു. അപ്പൊ അങ്ങനെയൊക്കെ മറ്റ് പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും കണക്ട് ചെയ്തിട്ടും ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. നേരിട്ട് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നവരായിരിക്കില്ല എന്നാണ് ആ പറഞ്ഞ സെന്റൻസ് കേട്ടാ. ഡയറക്റ്റ് കണക്ഷൻ ഇല്ല. ഓക്കെ, ജനറലിൽ നിന്ന് സ്പെഷ്യലിസ്റ്റ് ആളിലേക്ക് പോകും. ഇനി ഇവിടെ ഹിയർ ദ ഡോക്ടേഴ്സ് വിൽ ഓൾസോ ക്യാരി ഔട്ട് ദ റിമൂവൽ ഓഫ് ട്യൂമേഴ്സ്. ഈ ട്യൂമറുകളൊക്കെ മുഴകളൊക്കെ എടുത്തു കളയാനും ഇവിടെ ഡോക്ടേഴ്സ് ചെയ്യുന്നുണ്ട്, അതിനുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ when they are removing these tumors they have to verify whether this tumor is harmful or not അല്ലെ. അവർക്കത് മനസ്സിലാക്കണം, ഈ ഒരു ട്യൂമർ ഹാംഫുൾ ആണോ അല്ലയോ, നമുക്ക് ഉപദ്രവകാരിയാണോ അല്ലയോ എന്ന് അവര് മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ടെസ്റ്റിനെയാണ് നമ്മൾ വിളിക്കുക they will send that tumor for biopsy. അതിനു വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുന്നു, ആ ട്യൂമർ എടുത്ത് ബയോപ്സിക്ക് അയക്കുന്നു. ബയോപ്സിയുടെ റിസൾട്ട് വരുന്നതിന് ശേഷം മാത്രമാണ് they can conclude that tumor is harmful or not അല്ലെ, ഉപദ്രവകാരിയാണോ അല്ലയോ എന്നൊക്കെ കൺക്ലൂഡ് ചെയ്യുന്നത് ഈ ബയോപ്സിയുടെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമായിരിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള വേരിയസ് കൈൻഡ്സ് ഓഫ് ക്യാൻസേഴ്സ് ആണ് ഈ ഒരു മേഖലയിൽ ട്രീറ്റ് ചെയ്യുക. കീമോതെറാപ്പി, റേഡിയോതെറാപ്പിയും അതിനകത്ത് വരുന്നുണ്ട്. മാത്രമല്ല ട്യൂമറേഴ്സ് ആയിട്ടുള്ള എല്ലാം എടുത്തിട്ട് അത് റിമൂവ് ചെയ്തതിന് ശേഷം ഇറ്റ് ഈസ് സെൻഡ് ഫോർ ബയോപ്സിക്ക് വേണ്ടി അയക്കുന്നതും ഒക്കെ അതിനുശേഷമാണ്. ഓക്കെ, ആൻഡ് ദിസ് ഓങ്കോളജി ഓൾസോ ഇൻക്ലൂഡ് 3 മേജർ ഏരിയാസ്. നമ്മുടെ ഗൈനക്കോളജിയിൽ പറഞ്ഞ പോലെ ഇതിനകത്ത് 3 പ്രധാനപ്പെട്ട ഏരിയ ഉണ്ട് നമ്മുടെ ഓങ്കോളജിയിൽ. അത് ഏതൊക്കെയാണ്? ഒന്ന് മെഡിക്കൽ ഓങ്കോളജി, ഒന്ന് സർജിക്കൽ ഓങ്കോളജി ആൻഡ് 3 റേഡിയേഷൻ ഓങ്കോളജി. 3 ഏരിയാസ് ഉണ്ട് കേട്ടോ. ഓങ്കോളജിക്ക് പ്രധാനമായിട്ട് 3 ഏരിയാസ് ആണുള്ളത്. ഒന്ന് മെഡിക്കൽ, 2 സർജിക്കൽ, 3 റേഡിയേഷൻ ഓങ്കോളജി. അപ്പൊ എന്തായത് ഇതിനകത്ത് എന്താ ഇങ്ങനെ പ്രത്യേകതകൾ വന്നിരിക്കുന്നത്? മെഡിക്കൽ ഓങ്കോളജിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? In this oncology, the cancers can be cured by mere medicine and also including chemotherapy. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇവർക്ക് എന്താ പറയാ, രോഗം വന്ന ആൾക്ക് ഈ മരുന്ന് കൊടുത്ത് അതുപോലെ തന്നെ കീമോതെറാപ്പി മാത്രം പ്രൊവൈഡ് ചെയ്ത് എന്ത് ചെയ്യാം, ഈ രോഗത്തെ ഇല്ലാതാക്കാൻ പറ്റും. ഈ മെഡിക്കൽ ഓങ്കോളജി ഇതൊക്കെ ഫസ്റ്റ് സ്റ്റേജിലൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ പറ്റുള്ളൂ അല്ലെ. അപ്പൊ മെഡിസിൻ കൊണ്ട് മാത്രം മാറ്റാൻ പറ്റുന്ന ഒരു ക്യാൻസേഴ്സ്, അതിനെ മാത്രം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ, അതിനെയാണ് മെഡിക്കൽ ഓങ്കോളജി എന്ന് വിളിക്കുക. സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ അടുത്തത് സർജിക്കൽ ഓങ്കോളജിയാണ്. ഇവിടെ എന്താ, സർജിക്കൽ ആസ്പെക്ട്സ് ആർ ഓൾസോ ഇൻക്ലൂഡഡ് such as biopsy and also resection of tumors. ഈ സർജറി ചെയ്ത് ബയോപ്സിക്ക് അയക്കുന്നതും മാത്രമല്ല ട്യൂമറുകളൊക്കെ റിസെക്ട് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉടച്ച് മുറിച്ചൊക്കെ ഘടിപ്പിച്ചൊക്കെ കളയുന്നത്, ഇതിനൊക്കെയാണ് ഇപ്പൊ സർജറിയുടെ ആവശ്യം വരും. ഏതില്? സർജിക്കൽ ഓങ്കോളജിയില്. ഫസ്റ്റിനകത്ത് സർജറി ഇല്ല, ഓൺലി മെഡിസിൻ കൊടുക്കാം, കീമോതെറാപ്പിയും കൊടുക്കാം. അതിലൂടെ നമുക്ക് ട്രീറ്റ്മെന്റ് തരുന്നതാണ് മെഡിക്കൽ ഓങ്കോളജി എങ്കിൽ. Surgical oncology includes surgery, including
ബയോപ്സി ആൻഡ് ഓൾസോ റിസെക്ഷൻ ഓഫ് ട്യൂമേഴ്സ്. ട്യൂമേഴ്സ് റിസെക്ട് ചെയ്യുന്നത് ബയോപ്സിക്ക് അയക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട സർജറീസ് കൂടി ഉൾപ്പെടുന്നതാണ് സർജിക്കൽ ഓങ്കോളജി. അപ്പൊ എന്താ ലാസ്റ്റത്തെ റേഡിയേഷൻ ഓങ്കോളജിയിൽ എന്താ ഇവിടെ കെയർഫുള്ളി ഇത് ടാർഗറ്റ് ചെയ്യുന്നത് നല്ല ഹൈ എനർജി ആയിട്ടുള്ള റേഡിയേഷൻ ഉപയോഗിച്ച് ക്യാൻസർ സെൽസിനെയൊക്കെ കില്ല് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് ഇവിടെ നടക്കുക. ക്യാൻസർ സെൽസിനെ ഇല്ലേ, അതായത് ക്യാൻസർ ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നതിന് എന്തുപയോഗിക്കുന്നു? റേഡിയേഷൻ, നല്ല ഹൈ എനർജി ആയിട്ടുള്ള റേഡിയേഷൻ ഉപയോഗിച്ച് അതിൽ ടാർഗറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഓങ്കോളജി വിഭാഗമാണ് റേഡിയേഷൻ. മൂന്നും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ക്ലിയർ ആണോ? ഓങ്കോളജിയിലെ 3 ഡിഫറെന്റ് ഏരിയാസ്: മെഡിക്കൽ ഓങ്കോളജി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി. 3 തമ്മിലുള്ള വ്യത്യാസം ഉണ്ട് അല്ലെ? 3 ഓർക്കുക. ഒന്നാമത്തേല് മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുന്നു വിത്ത് കീമോതെറാപ്പി. രണ്ടാമത്തേല് സർജറി, അതായത് ഓൾ ടൈപ്സ് ഓഫ് സർജറീസും ബയോപ്സി, റിസെക്ഷൻ ഓഫ് ട്യൂമേഴ്സ്. മൂന്നാമത്തെ റേഡിയേഷനിൽ ടാർഗറ്റഡ് ഓൺ ഹൈ ഡോസ് റേഡിയേഷൻ എന്ന് ഉപയോഗിച്ച് കിൽ ക്യാൻസർ സെൽസ്. ക്യാൻസർ സെൽസിനെ കില്ല് ചെയ്യും. ഓക്കെ ആണോ? ക്ലിയർ ആയോ? എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാം. കൂടിയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സമയം ഉണ്ടെങ്കിൽ അടുത്ത നോട്ട് എഴുതണം. കുറച്ച് നോട്ട് ഉണ്ട് ഇതിനകത്തൊക്കെ. നോട്ട് എഴുതിയിട്ട് ക്ലിയർ ആണല്ലോ അല്ലെ? പോകുകയാണ് അടുത്തതിലേക്ക്. ഒഫ്താൽമോളജി ആണ് നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. ഒഫ്താൽമോളജി. ഇത് ഒഫ്താൽമോളജി എന്ന് പറഞ്ഞാൽ ഒഫ്താൽമോളജി എന്ന് കേട്ടിട്ടില്ലേ? എന്താണ്? നമ്മുടെ ഐ ഡിസോർഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ? ഐ പ്രോബ്ലംസ്, ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഐ പ്രോബ്ലംസ്. മാത്രമല്ല നമ്മുടെ സൈറ്റ്, കാഴ്ചയുമായി ബന്ധപ്പെട്ടതൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് വരിക. പറഞ്ഞിട്ടില്ല ആരും? ഓക്കെ അല്ലെ? എല്ലാവരും അവിടെ അലർട്ടായിട്ട് ഇരിക്കുന്നുണ്ട്. വെരി ഗുഡ്. ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങിപ്പോണെന്ന് അല്ലേ? അങ്ങനെയല്ലേ? ഓഫ്താൽമോളജി ഒക്കെ കണ്ണുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം നമുക്ക് മിക്കപ്പോഴൊക്കെ പോകേണ്ടി വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. കണ്ണ് ചൊറിച്ചില്, കണ്ണിക്കേട് ഒക്കെ വരാറുണ്ടല്ലോ അല്ലെ? കണ്ണിന് ഇൻഫെക്ഷൻസ് ഒക്കെ വരും. അപ്പൊ അപ്പോഴൊക്കെ നമ്മൾ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ പോകാറുണ്ട്. കുട്ടികളെ ആയിട്ടും നമുക്ക് വേണ്ടിയും ഒക്കെ പോകുന്ന സ്ഥലമാണ്. ഉറങ്ങിപ്പോയോ എന്ന് അറിയാൻ ഇടയ്ക്ക് അല്ലേ ഇങ്ങനെയാണ് ആണോ എന്നൊക്കെ ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങളെല്ലാവരും ഭയങ്കര വിജിലന്റ് ആയിട്ടിരിക്കുകയാണ്. വെരി ഗുഡ്. അപ്പൊ ഒഫ്താൽമോളജി എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഐ പ്രോബ്ലംസ് അല്ലെ? ഇൻ അഡൽട്ട് ആൻഡ് ചിൽഡ്രൻ. കുട്ടികളിലായിക്കോട്ടെ വലിയവരിലായിക്കോട്ടെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലമാണ് ഒഫ്താൽമോളജി. ഇനി ഒഫ്താൽമോളജിയിൽ പ്രധാനമായിട്ടും കൊടുക്കുന്ന സർവീസസ് എന്തൊക്കെയാണ്? അവരുടെ സർവീസസ്, ഈ ഒഫ്താൽമോളജിയിലെ പ്രധാന സേവനങ്ങൾ ജനറൽ ആയിട്ടുള്ള ഐ ക്ലിനിക് ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്ന് വെച്ചാൽ കണ്ണിനുണ്ടാകുന്ന സാധാരണ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നോക്കുക, അതിനുവേണ്ടി ഒരു ക്ലിനിക്കലായിട്ട് പ്രവർത്തിക്കുക, അവിടെ അവർക്ക് വേണ്ട പ്രശ്നങ്ങൾ മരുന്നുകൾ കൊടുക്കുക. ഓക്കെ, പിന്നെന്ത് ട്രീറ്റ്മെന്റ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ആണ് ലേസർ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട് അല്ലെ? 1 മണിക്കൂറിനുള്ളിൽ കണ്ണട ഊരി നിങ്ങൾക്ക് നടക്കാം അല്ലെ? അങ്ങനെയൊക്കെ പറയുന്നത് ഇഷ്ടംപോലെ അഡ്വർടൈസ്മെന്റ് കാണാതെ നിങ്ങള് എത്ര സമയമില്ല എങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് എപ്പോഴെങ്കിലൊക്കെ ടിവിയിലൊക്കെ പരസ്യമുണ്ടല്ലോ. വിതിൻ 1 hour നമുക്ക് നമ്മുടെ കണ്ണട റിമൂവ് ചെയ്ത് നടക്കാം എന്നൊക്കെ പറയുന്നത് ലേസർ ട്രീറ്റ്മെന്റുകളൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയാ, ഒപ്റ്റോമെട്രി എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് ഉണ്ട്. ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത് അതായത് അവിടെ പറയും ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത് നമ്മളുടെ കണ്ണിന്റെ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റുകളൊക്കെ, ഐ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ണിന്റെ സ്ട്രക്ചറിലെ കണ്ണിന്റെ ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ ഒരു വിഭാഗം, അതാണ് ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത്. ഐ സ്ട്രക്ചറിനെ റിലേറ്റ് ചെയ്ത് അതിന്റെ ഡിഫക്ട്സും അബ്നോർമാലിറ്റീസും ഒക്കെ മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഒപ്റ്റോമെട്രി. പിന്നെ എന്താണ്? ഓർത്തോപിക്സ് ആണ്. ഓർത്തോപിക്സ് എന്ന് പറയുന്നത് ആരാ? അത് എക്സ്പേർട്സ് ആണ് ഹു ഡയഗ്നോസിസ് ആൻഡ് ഓൾസോ ട്രീറ്റ് ദ ഐ മൂവ്മെന്റ് ആൻഡ് പ്രോബ്ലംസ് വിച്ച് ഈസ് റിലേറ്റഡ് ടു ബൈനോക്കുലർ വിഷൻ. അതായത് നമ്മളുടെ ബൈനോക്കുലർ വിഷനുമായി ബന്ധപ്പെട്ട ഒരു ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലം. അതായത് എന്താ? അതിന് വേണ്ടിയിട്ടുള്ള എന്താ പറയാ എക്സ്പേർട്ടുകളാണ്. എന്താ ബൈനോക്കുലർ വിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ 2 കണ്ണുകളും ഒരേ രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ബൈനോക്കുലർ വിഷൻ എന്ന് വെച്ചാൽ. ചിലപ്പോഴൊക്കെ നമുക്ക് നോക്കുമ്പോൾ കൊച്ചുകുട്ടികളൊക്കെ നമ്മൾ ജനിച്ചു കഴിയുമ്പോൾ തന്നെ കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ അവരുടെ കണ്ണിന്റെ മൂവ്മെന്റ് നോക്കുന്ന ആ ഒരു നോട്ടം ഒക്കെ സ്ട്രെയിറ്റ് ആണോ കറക്റ്റ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ പല അഭിപ്രായങ്ങളൊക്കെ കാണിക്കും അല്ലെ?
കുട്ടികളുടെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ എന്താ പറയാ എന്തെങ്കിലുമൊക്കെ കാണിക്കും. അപ്പൊ അവരെ നോക്കുന്ന ഇങ്ങനെ. അപ്പൊ ചില കുട്ടികൾ ഇങ്ങനെ വന്നിട്ടേ ഇങ്ങനെ വെച്ചിട്ട് ഈ കണ്ണിന്റെ ഈ രണ്ട് ഐബോൾസ് കണ്ടിട്ട് ഇവിടെ വന്ന് ഇരിക്കുന്നവരോ ഇങ്ങനെ നോക്കും. അപ്പൊ പിന്നെ എന്നല്ല തൊട്ടടുത്ത് കൊണ്ടുപോയി വെച്ച് കാണിച്ചു കൊടുക്കും. മൂത്ത കുട്ടികളുണ്ടെങ്കിൽ അത്ര വലിപ്പമില്ലാത്തവരാണെങ്കിലും ഈ കുഞ്ഞു വാവകളുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് അടുത്ത് വെച്ച് കാണിക്കും. അപ്പൊ കാണുന്നവരെ നമ്മള് അവരെ കറക്റ്റ് അത്ര അടുപ്പിച്ച് കാണിക്കില്ലേ എന്നൊക്കെ എന്താ പറയാ അവരങ്ങനെ നോക്കും. അപ്പൊ അവരുടെ ആ ഒരു പെർഫെക്ഷൻ ഇല്ലാതെ വരും അവരുടെ നോട്ടത്തിൽ. അപ്പൊ നമ്മൾ രണ്ട് കണ്ണും വർക്ക് ടുഗദർ ആയിരിക്കും. സ്ട്രൈറ്റ് ഒരു വസ്തുവിനെ നമ്മൾ ഒരു ഇമേജിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു വസ്തുവിനെ നമ്മൾ നോക്കുമ്പോൾ രണ്ടിലും ഒരു ഇമേജ് തന്നെ ഒറ്റ രീതിയിലുള്ള ഇമേജ് കിട്ടണം. രണ്ടായിട്ടൊക്കെ തോന്നാത്ത രീതിയിലൊക്കെ വരണം അല്ലെ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ കണ്ണിന്റെ കാഴ്ചയെ വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യുന്ന ആ ഒരു വിഷൻ അതിനാണ് ബൈനോക്കുലർ വിഷൻ ഇരിക്കുക. അപ്പൊ അതിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ എക്സ്പേർട്ടുകളാണ് ഓർത്തോപിസ്റ്റ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ഒരു വേർഡ് ഓർത്തോപിസ്റ്റ് എന്ന് പറയുന്ന വേർഡ് ഓർത്തോപ്റ്റിക് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡും അതുപോലെ തന്നെ മറ്റൊരു ഒപ്റ്റിക്കോസ് എന്ന് പറയുന്ന മറ്റൊരു ഗ്രീക്ക് വേർഡും തമ്മിൽ കമ്പൈൻ ചെയ്തുണ്ടാക്കിയ ഒരു വേർഡാണ്. ഓർത്തോപ്റ്റിക് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിന്റെ മീനിങ് വിച്ച് ഇസ് റിലേറ്റിംഗ് ടു സ്ട്രെയിറ്റ് നേരെ എന്നർത്ഥം വരുന്നതും അതുപോലെ തന്നെ ഒപ്റ്റിക്ക എന്ന് പറയുന്നത് വിച്ച് ഇസ് റിലേറ്റിംഗ് ടു സൈറ്റ് കാഴ്ച എന്നതുമായിട്ട് ബന്ധപ്പെട്ടതും. അതിന്റെ അർത്ഥം അങ്ങനെയാണ്. അർത്ഥവും ആ ഗ്രീക്ക് വേർഡും ഓർത്തിരിക്കോട്ടാ. അപ്പൊ എന്താണ് ഓർത്തോപ്റ്റിക് എന്ന് പറയുന്നത് ഗ്രീക്ക് വേർഡ് ആണ്. ആ ഗ്രീക്ക് വേർഡിന്റെ മീനിങ് എന്താണ്? ഗ്രീക്ക് വേർഡിന്റെ മീനിങ് എന്താണ്? സ്ട്രെയിറ്റ് നേരെ നേരെ നോക്കുക. കുട്ടികളെ ഇങ്ങനെ ഇവിടെ അടുത്തൊക്കെ വന്നിട്ട് ഇങ്ങനെയൊക്കെ നോക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പൊ വിഷൻ കറക്റ്റ് ആക്കുക എന്നുള്ളതാണ്. പിന്നെ ഒപ്റ്റിക്കോസ് എന്നതിന്റെ മീനിങ് റിലേറ്റിംഗ് ടു സൈറ്റ് കാഴ്ചയുമായി ബന്ധപ്പെട്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഈ രണ്ട് കണ്ണുകളും ഒരേ രീതിയിൽ വർക്ക് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ അതിന് വേണ്ടിയിട്ടുള്ള ഡിഫക്റ്റുകളൊക്കെ കണ്ടുപിടിച്ച് മനസ്സിലാക്കി എക്സ്പേർട്ടുകൾ ആണ് നമ്മൾ എന്ത് വിളിക്കുക ഓർത്തോപിസ്റ്റ് എന്ന് വിളിക്കുക. രണ്ട് വേർഡിന്റെ മീനിങ് മറക്കണ്ട കേട്ടോ. പിന്നെയുണ്ട് എന്താണ് ഒഫ്താൽമിക് ഇമേജിങ്. അതും ഒരു സർവീസ് ആണ് ഇവർ കൊടുക്കുന്നത്. ഇതും ഇതുപോലെ തന്നെ നമ്മുടെ വൈഡ് റേഞ്ച് ഓഫ് ഐ കണ്ടീഷൻസ് നമ്മുടെ കണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഒരു സ്പെഷ്യലിസ്റ്റ് എന്തെങ്കിലും എക്യുപ്മെന്റുകൾ ഉപയോഗിച്ച് ലെൻസ് ഒക്കെ വെച്ചിട്ടുള്ളതൊക്കെ ആയിരിക്കാം. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ എന്തെങ്കിലും എക്യുപ്മെന്റുകൾ ഉപയോഗിച്ച് അവര് സ്പെസിഫൈ ചെയ്ത അത്തരം എക്യുപ്മെന്റുകൾ ഉപയോഗിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇമേജ് ഉണ്ടാക്കി അവരുടെ സൈറ്റിനെ കാഴ്ചയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ചില ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഒഫ്താൽമിക് ഇമേജിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് സ്പെഷ്യലിസ്റ്റുകൾ ചില എക്യുപ്മെന്റുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ പറയുന്ന ഇമേജസ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒത്തിരി റേഞ്ച് ഓഫ് ഐ കണ്ടീഷൻസ് കറക്റ്റ് ചെയ്യുന്നത്. ആ എക്യുപ്മെന്റുകൾക്ക് ഉപയോഗിക്കുമ്പോൾ അത് ഒഫ്താൽമിക് ഇമേജിംഗ് ആകും. എല്ലാം ഇവർ കൊടുക്കുന്ന സേവനങ്ങളാണ്. ഏത് നമ്മുടെ ഒഫ്താൽമോളജി എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട എന്താ പറയാ ചില സർവീസസ് ആണ് ഈ പറഞ്ഞത്. ജനറൽ ആയിട്ടുള്ള ഐ ക്ലിനിക് ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്, ലേസർ ട്രീറ്റ്മെന്റുകൾ നടക്കുന്നുണ്ട്, ഒപ്റ്റോമെട്രി നടക്കുന്നുണ്ട്. അതായത് കണ്ണിന്റെ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കറക്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഐ സ്ട്രക്ചർ അതിന്റെ പ്രോബ്ലംസ് ആണ് ഒപ്റ്റോമെട്രി. ഓർത്തോപിസ്റ്റ് ഓർക്കുമ്പോ അപ്പൊ തന്നെ ഓർക്കുക ബൈനോക്കുലർ വിഷൻ അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളെയും നോക്കുക. ഒരു ഇമേജ് കാണുമ്പോൾ അത് ഒന്നായിട്ട് തന്നെ തോന്നുക, രണ്ടായിട്ട് തോന്നാതൊക്കെ ഇരിക്കുക. ബൈനോക്കുലർ വിഷൻ ഒഫ്താൽമിക് ഇമേജിംഗ് സ്പെഷ്യൽ എക്യുപ്മെന്റ് ഉപയോഗിച്ചിട്ട് ഡീറ്റെയിൽഡ് ഇമേജ് അവരുടെ സപ്പോർട്ട് ചെയ്യാൻ അവരുടെ ഡയഗ്നോസിസിനും ട്രീറ്റ്മെന്റിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒഫ്താൽമിക് ഇമേജിംഗ് എന്ന് പറയുന്നത്. ഇതാണ് ഒഫ്താൽമോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. കണ്ണിന്റെ ആണ് പ്രധാനമായിട്ട്. പക്ഷെ ദേ ആർ പ്രൊവൈഡിങ് മെനി അതർ സർവീസസ്. കണ്ണിന്റെ എന്ന് പറയുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ചില കാര്യങ്ങൾക്ക് പ്രത്യേകത അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചില ട്രീറ്റ്മെന്റുകൾ കൂടി പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറഞ്ഞേക്കണേ. ഒറ്റ നോട്ടത്തിൽ എല്ലാം കൂടി ഈ പറയുന്ന എല്ലാ സർവീസസും കൂടി ചേരുന്നതാണ് ഒഫ്താൽമോളജി. ഏത് ജനറൽ ഐ ക്ലിനിക് ഡിപ്പാർട്ട്മെന്റ്സുകളും അതുപോലെ ലേസർ അതുപോലെ ഒപ്റ്റോമെട്രി അതുപോലെ ഓർത്തോപിസ്റ്റും ഒഫ്താൽമിക് ഇമേജിങ്ങും എല്ലാം ഇതെല്ലാം ഇതിന്റെ കീഴിലാണ് തന്നെ. ഒഫ്താൽമോളജിയുടെ എല്ലാ പ്രോബ്ലംസും കണ്ണ് റിലേറ്റഡ് ആയിട്ടാണ്. ഓർത്തിരിക്കുക. അതിൽ ഓർത്തിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങള് ചിലപ്പോ ഒഫ്താൽമോളജിയുടെ സർവീസസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു ചോദിക്കും. ഏതൊക്കെയാണെന്ന് പറഞ്ഞു ചോദിക്കുമ്പോ താഴെ പറയുന്നത് ഏതൊക്കെയാണ് ചിലപ്പോ എല്ലാം തന്നിട്ട് ഓളെന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഒരെണ്ണം വേറെ തരും, ഇതിനകത്ത് പെടാത്തത് ഏതാണെന്നൊക്കെ ചോദിക്കും. പിന്നെ ബൈനോക്കുലർ വിഷൻ ഓർത്തോപിസ്റ്റ് എന്താണ്, അപ്പൊ ഓർത്തോപിസ്റ്റ് എന്ന് പറയുന്നത് ആരാണ് എന്ന് ചോദിക്കും. അപ്പൊ നമ്മുടെ ബൈനോക്കുലർ വിഷനെ കറക്റ്റ് ആക്കി ചെയ്യുക, അതായത് നമ്മുടെ ബോത്ത് ഐസ് വർക്കിംഗ് ടുഗദർ ആകുന്ന രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എക്സ്പേർട്ടുകളെയാണ് നമ്മൾ ഓർത്തോപിസ്റ്റ് എന്ന് വിളിക്കാം. പിന്നെ അതിനകത്ത് ഓർത്തോപ്റ്റിക് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താണ്, ഒപ്റ്റിക്കോസ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താണ്, അതൊക്കെ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാൻ സാധ്യതകളുണ്ട്. അപ്പൊ അങ്ങനെ ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ നിങ്ങൾ വായിച്ചു നോക്കി സ്വന്തമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ,
ക്ലിയർ ആണോ? ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് കൂടി ഒന്ന് എടുക്കാം, എന്നിട്ട് നോട്ട് ചെയ്താം. അടുത്തത് കൂടി എടുക്കാം. പീഡിയാട്രിക്സ് വരുമ്പോ കുറച്ച് ഓർത്തോപീഡിക്സ് ആണ് ഇനി അടുത്തത് കേട്ടോ. എന്താണ് ഓർത്തോപീഡിക്സ് എന്ന് പറഞ്ഞാൽ? The problems which affect our musculoskeletal system. അല്ലെ, musculoskeletal system means നമ്മുടെ മസിൽസ്, അതുപോലെ തന്നെ നമ്മുടെ സ്കെലിറ്റൻ എന്ന് പറഞ്ഞാൽ എന്താ? ബോൺസ്. അതന്നെ, ബോൺസ് ആൻഡ് മസിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഓർത്തോപെഡിക്സ്. നമ്മൾ ഓർത്തോപെഡിക്സിന്റെ നമ്മൾ ഷോർട്ട് ആയിട്ട് ഓർത്തോ എന്നൊക്കെ പറയും അല്ലെ. പലതരത്തിലുള്ള ബോൺ ഡിസീസസ്, ബോൺ എന്നാണുള്ളത്, ബോൺസ് എന്നാണ്, ബോണസ് എന്നും കണ്ടുമാണ് നിങ്ങളുടെ നോട്ടിൽ കിടക്കണേ. നിങ്ങളുടെ നോട്ടിൽ ശരിയാണോ നോക്കുക. BONES എന്നാണ് ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്ന നോട്ടില്. BONUS ഉണ്ട്. ബോണസ് ഒന്നും ഇവിടെ കൊടുക്കാനുള്ള, ബോൺസ് എന്നാണ്. ബോൺസ്, അതുപോലെ മസിൽസ്, പിന്നെ ടെൻഡൻസ്, നമ്മുടെ കാലിന്റെ എന്താ പറയാ, ചലന ഞരമ്പോ, അതാണ് ഈ പറഞ്ഞ ടെൻഡൻസ് എന്ന് പറയുന്നത്, ചലന ഞരമ്പ്. പിന്നെ ലിഗമെന്റ്, ടെൻഡൻസ് വീണ്ടും പറഞ്ഞിരിക്കുന്നതാണ്. റീപ്ലേസിംഗ് ബോൺസ് ലൈക്ക് ഹിപ്പ് റീപ്ലേസ്മെന്റ്, ഇന്നതൊക്കെ ഉണ്ട്. കാലിന്റെ മുട്ട് ചിരട്ട, നീ റീപ്ലേസ്മെന്റ്, ഓക്കെ, നീ ക്യാപ്പ്, കണ്ട മുട്ട്, കാലിന്റെ മുട്ട്. ഹിപ്പ് എന്താ? ഹിപ്പ് നമ്മുടെ ഇടുപ്പിന്റെ അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഭയങ്കര വലിയ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചു കഴിയുമ്പോൾ അതിനൊക്കെ ഭയങ്കര തകരാറൊക്കെ ഉണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യുന്നതൊക്കെ ഇന്നുണ്ട്. അപ്പൊ ഇത് മാത്രമല്ല, ഔട്ട് പേഷ്യന്റ് ആയിട്ടുള്ള ഒത്തിരി സർവീസസ് ലൈക്ക് ഫ്രാക്ചേഴ്സ് ആൻഡ് ഓൾസോ ഡിസ്ലൊക്കേഷൻ ഓഫ് ജോയിന്റ്സ്, ഇതൊക്കെ ഇന്ന് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രാക്ചേഴ്സ് വരുന്നത് പല ആക്സിഡന്റിനോ എവിടെയെങ്കിലും ഇടിഞ്ഞു വീണതോ, കുട്ടികളൊക്കെ ഓടിക്കളിച്ചിട്ടുണ്ടാകുന്ന ഒടിവ്, പൊട്ടല്, അല്ലെ, എല്ലിന് പൊട്ടലൊക്കെ ഉണ്ടാവില്ല, അതിനൊക്കെയാണ് ഫ്രാക്ചേഴ്സ് വിളിക്കാം. അതും പിന്നെ ഡിസ്ലൊക്കേഷൻ ഓഫ് ജോയിന്റ്. ഡിസ്ലൊക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുത്തെ എന്താ പറയുക, ജോയിന്റ് ഇങ്ങനെ വിട്ടുപോവുക. പൊട്ടലില്ല, എല്ലൊന്നും പൊട്ടിയില്ല, പക്ഷെ ഡിസ്ലൊക്കേറ്റ് ആകും. ഇത് കൈയുടെ ഷോൾഡർ എന്ന് നമ്മളുടെ ഇവിടെ ഇങ്ങനെ ജോയിന്റ് ഉണ്ട് അല്ലെ, ഇത് ചിലപ്പോ ചിലരുടെ ഒരു ഡിസ്ലൊക്കേറ്റ് ആകും, ഇങ്ങനെ എന്താ പറയാ, കുഴ തെറ്റുക. അത് തന്നെ കുഴ തെറ്റുക എന്ന് പറയും അതിന് മലയാളത്തില്. അപ്പൊ ഇത് തെറ്റും, വലിയ പ്രശ്നമൊന്നുമില്ല. അത് ഒരു പ്രത്യേക രീതിയിൽ അത് പിടിച്ചിടാൻ പറ്റും. ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾക്ക് അത് കറക്റ്റ് ആയിട്ട് അറിയാം. അപ്പൊ അവര് അത് എന്ത് ചെയ്യുന്നു, അത് പിടിച്ചിടുമ്പോ അത് ഓക്കെയാണ്. ചില കുട്ടികളിൽ ഇത് ജനിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തുടങ്ങി ഉണ്ടാകും, പക്ഷെ ആഫ്റ്റർ എ പർട്ടിക്കുലർ ഏജ് അത് ശരിയായിക്കോളും തന്നെ താനെ. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഡിസ്ലൊക്കേറ്റ് ആകും, എന്നിട്ട് നമ്മൾ പിടിച്ചിടും. പിന്നെ ഇടയ്ക്ക് കുറെ കഴിയുമ്പോൾ അതൊരു പ്രായപരിധി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഓക്കെ ആവും, പക്ഷെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാകാം. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ഒരു ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റിലാണ്. എന്തൊക്കെയാണ്? മസിൽസ്, ടെൻഡൻസ്, ലിഗമെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ്, നീ ക്യാപ്പ് റീപ്ലേസ്മെന്റ്, ഒക്കെ ഇന്ന് നമ്മളുടെ ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റിലാണ് ക്ലിയർ ചെയ്യുന്നത്. മാത്രമല്ല ഫ്രാക്ചേഴ്സ് ആൻഡ് ഓൾസോ ഡിസ്ലൊക്കേഷൻ ഓഫ് ജോയിന്റ്സ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ന് കഴിയുകയും ചെയ്തു. ഓക്കെ ആണോ? മനസ്സിലായോ? ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റിന് മനസ്സിലായോ? ക്ലിയർ ആയോ? പറയും. അപ്പൊ ഏതൊക്കെയാ പഠിച്ചിരുന്നത് നമ്മള്? ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് പഠിച്ചു? നെഫ്രോളജി തുടങ്ങി പഠിച്ചിട്ടാ ഇന്ന്. നെഫ്രോളജി, ന്യൂക്ലിയർ മെഡിസിൻ, ഓങ്കോളജി, ഒഫ്താൽമോളജി ആൻഡ് ഓർത്തോപെഡിക്സ്. ഓക്കെ, നമ്മൾ ഇത്രയും കൂടുതൽ ടോപ്പിക് ഡിപ്പാർട്ട്മെന്റ് പരിചയപ്പെട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് അങ്ങോട്ട് വായിച്ചു നോക്കാം. ഈ നെഫ്രോളജി തുടങ്ങി അവിടെ ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കിയേ, എന്നിട്ട് നമുക്ക് നോട്ട് ചെയ്യാം. വേഗമാണേ, 2-3 മിനിറ്റ് കൊണ്ട് വേഗം വായിക്കാം. സ്ക്രീനിലുണ്ട്, അത് നോക്കി വായിക്കാം. വായിച്ചു നോക്കാം. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വായിക്കും. അപ്പൊ തന്നെ വായിച്ചു നോക്കാം. ഇതിപ്പോ നമ്മളുടെ ക്ലാസ് കഴിഞ്ഞിട്ടായാലും 2 മണിക്കൂറിൽ കഴിഞ്ഞിട്ടായാലും എടുത്ത ഭാഗം 2-3 പേജൊക്കെ ഉണ്ടാവുള്ളൂ. എന്റെ അല്ല, മറ്റു ടീച്ചേഴ്സിന്റെ ഒക്കെ 1-2 പേജൊക്കെ ഉണ്ടാവുള്ളൂ. എന്നാലും നമ്മുടെ ഇത് ചിലപ്പോ മാക്സിമം 1 പേജ് അല്ലെങ്കിൽ 1.25 പേജ് അത്രയും പഠിക്കാൻ പറ്റുള്ളൂ. കാരണം ബിക്കോസ് ഇത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകളാണല്ലോ നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ഉണ്ടാവും പഠിക്കാൻ, പറയാനും. അപ്പൊ അതുകൊണ്ടാണ് അത്രയും നീണ്ടു പോണേ. അല്ലാത്ത ചാപ്റ്റേഴ്സ്, അതുപോലെ അല്ലാത്ത ചാപ്റ്റേഴ്സ് വരുമ്പോ ജസ്റ്റ് പറഞ്ഞു പോകുക. അപ്പൊ 2-3 പേജസ് ഒക്കെ അവർക്ക് എടുക്കാൻ പറ്റും. അതൊന്ന് ക്ലാസ് കഴിയുമ്പോൾ തന്നെ സമയം കണ്ടെത്തി ഒരു 10-20 മിനിറ്റ് അത് ഒന്ന് വായിക്കാനും കൂടി ഒന്ന് നിങ്ങൾ ശ്രമിക്കാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ഓക്കെ, ഇതെല്ലാം ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ ഒന്നുകൂടി ഇരുന്ന് അങ്ങോട്ട് എടുത്ത് ആ മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെച്ചിട്ട് ഒന്ന് വായിച്ച് പഠിക്കാം. അങ്ങനെയൊക്കെയാണ് പഠിക്കണ്ടേ. അല്ലെങ്കിൽ കുറെ ഇങ്ങനെ ഗ്യാപ്പ് വന്നവർക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായി പോകും. ഈ ഒരു കുറെ ഗ്യാപ്പ് ഇട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഇതൊന്നും പ്രശ്നമല്ല, വലിയ ബുദ്ധിമുട്ടില്ലേ. 1-2 പ്രാവശ്യം വായിച്ചു നോക്കി നമ്മുടെ തലയിൽ കയറും.
പക്ഷെ ഇത്തിരി ഗ്യാപ്പ് ഉള്ളപ്പോ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് വായിച്ച് അതൊന്ന് പ്രാക്ടീസ് ആകും. കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ശരിയായിക്കോളും. എഴുതിയാലോ നമുക്ക് നോട്ട് ഏതാണ്? നെഫ്രോളജി എന്ന് ഹെഡിങ് കൊടുക്കാം കേട്ടോ. നെഫ്രോളജി എന്ന് ഹെഡിങ് കൊടുക്കാം. അതിന്റെ താഴെ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്ന് എഴുതാം. ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ്. ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് സ്പെല്ലിംഗ് തെറ്റിക്കരുത്. ഹൈഫൻ ഇട്ടിട്ട് എഴുതണില്ലേ? ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ്. ഓക്കെ, ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാത്ത occurs when, occur OCCUR, occurs when there is too much, when there is too much, TOO രണ്ടും ഉണ്ട്. When there is too much or not enough, ENOUGH, too much or not enough of minerals, ആ മിനറൽസിന്റെ ബ്രാക്കറ്റിൽ എഴുതാ സോഡിയം ഓർ പൊട്ടാസ്യം. SODIUM, sodium or potassium, POTTASIUM, potassium. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാ. in our body, നമ്മുടെ ശരീരത്തിൽ ഒന്നെങ്കിൽ ടു മച്ച് അല്ലെങ്കിൽ നോട്ട് ഇനഫ് ആയിട്ടുള്ള മിനറൽസ് ഉണ്ടാകുന്നതിന്റെ ഫലമായിട്ടാണ് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് ഉണ്ടാകുക. It is a sign of, SIGN, sign of kidney disease. It is a sign of kidney disease. അടുത്തത് ഏതാ? ഹൈപ്പർ ടെൻഷൻ. ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാ. It is also called blood pressure. It is also called blood pressure. It is also called blood pressure. If the
അതിന്റെ കൂടെ തന്നെ ഇഫ് ദ ബ്ലഡ് പ്രഷർ if the blood pressure increase the limit if the blood pressure increase the ലിമിറ്റിനേക്കാൾ കൂടിയാൽ it is called hypertension. If the blood pressure increase the limit, it is called hypertension. Hypertension ബ്രാക്കറ്റിൽ ഇട്ടേക്ക HT. ഹൈപ്പർടെൻഷന്റെ ഷോർട്ട് ഫോംസ് ആണ്. HT എന്ന് എഴുതാം, HTN എന്നാകാം, HPN അതും ഹൈപ്പർടെൻഷൻ തന്നെയാണ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. നെക്സ്റ്റ് വൺ, renal replacement therapy. കിഡ്നി റീപ്ലേസ് ചെയ്യുന്ന തെറാപ്പി ആണ് ഉദ്ദേശിച്ചേക്കണേ. അതൊന്നും നമ്മൾ എഴുതാനില്ല. അതിന്റെ ഷോർട്ട് ഫോം ഒന്ന് എഴുതി വെക്കണം, കാരണം അത് ഇവിടെ ഫുൾ ഫോം ആയിട്ടല്ലേ കിടക്കണേ. അപ്പൊ നിങ്ങൾ നോട്ടീസ് ചെയ്യില്ല, പക്ഷെ അത് അറിഞ്ഞിരിക്കണം. RRT ഒന്ന് എഴുതി വെക്കാം, ഇട്ടിട്ട് RRT എന്ന് എഴുതാം. RRT എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി ആണെന്ന് മനസ്സിലാവണം നിങ്ങൾക്ക്. റിനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്ന് എഴുതാം, ഒരു ഹൈഫൻ ഇടുക, RRT എന്ന് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് വൺ, അടുത്തത് എഴുതാം ന്യൂക്ലിയർ മെഡിസിൻ എന്ന ഡിപ്പാർട്ട്മെന്റിന്റെ പേര് എഴുതാം. ന്യൂക്ലിയർ മെഡിസിൻ. ന്യൂക്ലിയർ മെഡിസിനില് ആദ്യം എഴുതേണ്ടത് ഹൈപ്പർ തൈറോയിഡിസം എഴുതാം. ഹൈപ്പർ സ്പെല്ലിംഗ് നോക്കി എഴുതാട്ടാ. ഹൈപ്പർ തൈറോയിഡിസം കിടക്കണ്ട്, ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. തൈറോയിഡ് ഗ്ലാൻഡ് produces much much of thyroid hormones. തൈറോയ്ഡ് ഹോർമോൺ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നു തൈറോയ്ഡ് ഗ്രന്ഥി. അതിനെയാണ് നമ്മൾ ഹൈപ്പർ തൈറോയിഡിസം എന്ന് വിളിക്കുക. It is also called overactive thyroid. അതിന് മറ്റൊരു പേരുണ്ട് കേട്ടോ. It is also called overactive thyroid. Hyperthyroidism ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. എഴുതാത്തവരെ എഴുതാട്ടാ. It happens when thyroid gland produce too much of thyroid hormones. It is also called overactive thyroid. എന്നും അതിന് പേരുണ്ട്. ഈ ഹൈപ്പർ തൈറോയിഡിന്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ അതിന്റെ ഒരു ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഹൈപ്പർ തൈറോയിഡ് വന്നാൽ എന്തൊക്കെയാണ്? അതൊന്നുകൂടി പറയാം. ഏത് ഹൈപ്പർ തൈറോയിഡിസം മുതലൊന്നുകൂടി പറയാം. കിട്ടിയില്ല, ഒട്ടും എഴുതിയില്ല. എവിടെയെങ്കിലും വരെ എഴുതി, ഹാപ്പൻസ് ഇടക്ക് വിട്ട്. happens when thyroid glands produce, I think അതൊന്ന് ആരെങ്കിലും ഒന്ന് എഴുതിയവരുണ്ടോ? ഫുൾ കംപ്ലീറ്റ് ആയിട്ട് എഴുതിയവർ ആരെങ്കിലും ഉണ്ടോ? നോട്ട് ഒന്ന് ഷെയർ. തൈറോയിഡ് കഴിഞ്ഞിട്ടുള്ള വേർഡ് തൈറോയിഡ് സ്കാൻ എന്നാണോ? തൈറോയിഡ് ഹോർമോൺസ് എന്നാ പറഞ്ഞത്. ഈസ് ഓൾസോ കോൾഡ് ഓവർ ആക്റ്റീവ് തൈറോയിഡ് എന്നും അതിന് പേരുണ്ട്. ഈ ഹൈപ്പർ തൈറോയിഡിന്റെ ലക്ഷണം എന്തൊക്കെയാന്ന് പറഞ്ഞേ അറിയാമോ നിങ്ങൾക്ക്? ഹൈപ്പറും ഹൈപ്പോയും വ്യത്യാസം ഉണ്ടല്ലോ. ഹൈപ്പറിനകത്ത് എന്തൊക്കെ ലക്ഷണം?
വെയിറ്റ് ലോസ് വരും അല്ലേ? ആ അതന്നെ. ദാഹം ഉണ്ടാവോ? വെയിറ്റ് ലോസ് വരും, ഭയങ്കരമായിട്ട് ക്ഷീണിക്കും അല്ലെ? പിന്നെന്താ പറയാ, ഹാൻഡ് ട്രമേഴ്സ്, നമ്മുടെ കൈക്കൊക്കെ വിറവൽ വരും. പിന്നെന്താ, ഇറഗുലർ ഹാർട്ട് ബീറ്റ് വരും. അതൊക്കെ ഇതിന്റെ ലക്ഷണം ഉണ്ടാ. ആ അതന്നെ, സ്വെറ്റിംഗ്. ഓക്കെ, അത് വെറുതെ അറിയാൻ വേണ്ടി പറഞ്ഞതാ. അടുത്തത് ലിംഫോമാസ് ചെയ്താട്ടാ. ലിംഫോമാസ്, LYMPHOMAS, ലിംഫോമാസ്. ലിംഫോമാസ് ചെയ്താ type of blood cancer, type of blood cancer that affect white blood cells, that affect white blood cells, type of blood cancer that affect WBC, വൈറ്റ് ബ്ലഡ് സെൽസിനെ ബാധിക്കുന്ന ഒരു തരം ക്യാൻസർ ആണ്. ഇനി അതിന്റെ താഴെ തന്നെ നിങ്ങൾ ഇനി രണ്ടെണ്ണം എഴുതണം. അത് ഞാൻ പറഞ്ഞിട്ട് പോകാണ്, നിങ്ങൾ എഴുതിക്കോ. സ്പെക്ട് എന്ന് എഴുതാ, ഹൈഫ്രേറ്റഡ് അതിന്റെ ഫുൾ ഫോം എഴുതാ. പെറ്റ് അത് എഴുതാ, അതിന്റെ ഫുൾ ഫോം എഴുതാ. എഴുതി പഠിക്കാം കേട്ടാ. അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. ഒരു ചെറിയ അക്ഷരത്തിന്റെ വ്യത്യാസത്തിലായിരിക്കുള്ളൂ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പിൽ വന്നെ. ഇതിലേതാണ് ശരി എന്നൊക്കെ ചോദിച്ചിട്ടേ സ്പെക്ടിന്റെ താഴെ പറയുന്ന എക്സ്പാൻഡഡ് ഫോമിൽ ഏതാ ശരി, ചെറിയൊരു വേർഡ്. ചിലപ്പോൾ നമുക്ക് അതാണോ ഇതാണെന്ന് ഭയങ്കര കൺഫ്യൂഷൻ വരും. തെറ്റാക്കി എന്ത് ചെയ്യും, നമ്മൾ ടിക്ക് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യും. അതുകൊണ്ട് ശരിക്കും പഠിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് എഴുതി വെക്കുക. സ്പെക്ട് ചെയ്താ അതിന്റെ ഫുൾ ഫോം എഴുതാ, പെറ്റ് ചെയ്താ അതിന്റെ ഫുൾ ഫോം എഴുതാ. അപ്പൊ അത്രയും വരെ നോട്ടുകളായിട്ടുണ്ട്. നമ്മൾ ന്യൂക്ലിയർ മെഡിസിൻ കഴിഞ്ഞിട്ട് ഓങ്കോളജിയിൽ വലിയ ഇതൊന്നും ഇല്ല, നമുക്ക് എഴുതാൻ നോട്ടില്ല. ഒഫ്താൽമോളജിയിലും അധികം ഇല്ല. നമുക്ക് ബൈനോക്കുലർ വിഷൻ മാത്രമേ ഉള്ളൂ. അത് മാത്രമേ നമുക്ക് അപ്പൊ എഴുതാത്തതുള്ളൂ കേട്ടാ. ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ട് വരാലോ അല്ലെ? പറ്റില്ലേ? പറ്റോ? പറയും. ഞാൻ